ആഹാരം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില നാൾക്ക് ശേഷം പിന്നെയും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സുഖത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യ പദവിക്കായി സ്തോത്രം. ഒരു പ്രാവശ്യം ദൈവത്തിന് മുൻപിൽ അല്ലെങ്കിൽ ദൈവസ്ഥാനം കടന്നു വരുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭൂമിയിൽ നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിലെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അതിനെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഏറ്റവും വിലപ്പെട്ട സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന സമയമാണ്. നാം ഈ ലോകത്തിലെ ഏത് ഉന്നതന്മാരുടെ മുൻപിൽ പോയിരിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിന്റെ രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിന്റെ മുൻപാകെ ചിലവഴിക്കുന്ന അല്പസമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാകിൽ ഇന്ന് പകരാത്രികാലം അങ്ങനെ ദൈവത്തിന് മുൻപാകെ അല്പസമയം ചിലവഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യ പദവിക്കാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിപ്പാൻ ദൈവാത്മാൽ പ്രേരിതമായ കർത്താവിന്റെ ദാസിയോടും ദൈവത്തെ സ്തുതിക്കുന്ന ദാസിയെയും കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രീസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചെറിയ ആരംഭങ്ങളുടെ തുടക്കത്തെ തുച്ഛീകരിക്കാത്ത കർത്താവ് ഏത് കാര്യത്തിന്റെ ആരംഭം ചെറുതെങ്കിലും സകലത്തെയും വലുതാക്കുന്നതും സകലത്തെയും ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. അതുകൊണ്ട് സകലത്തിന്റെ മഹത്വവും സകലമാനവും ദൈവത്തിന് തന്നെയാണ്. ഇന്ന് പകൽക്കാല സകലമാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന്റെ പാതവിടമായിരിക്കും നമുക്ക് ഒരുമിച്ച് സഹായിക്കുന്നുണ്ട്. എന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ഒത്തിരി പ്രിയപ്പെടുന്ന പകൽക്കാലത്ത് ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേര് പറയുക ഞാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുടെ പേരുകൾ പറയണം. അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നത് എല്ലാവർക്കും ദൈവനാമത്തിലൂടെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ രാത്രികാലം ഇവിടെ വരുമ്പോൾ ദൈവം സഹായിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ്, ഒരു വാക്കുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ക്രിസ്തീയ ദൈവിക ശുശ്രൂഷ ഒരിക്കലും ഒരു വൺ മാൻ ഷോ അല്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്നെ നോക്കിയിരിക്കരുത്. കാരണം നാം ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നാം ഒരുമിച്ചാണ് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ആമേൻ. ഇരിക്കുന്ന ജനത്തിന്റെ നിലവാരം അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് ശൈത്തമായി നമ്മൾ ഇടപെടും. ഹല്ലേലൂയ. ആമേൻ. നാം ഇരിക്കുന്ന ഒരു ആഗ്രഹത്തോടെ താല്പര്യത്തോടെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആര് ആഗ്രഹത്തോടെ, ആര് വിശപ്പോടെ, ആര് ദാഹത്തോടെ ദൈവത്തിന്റെ പാദപീഠം വന്നിട്ടുണ്ട്, അവരെ ആരെയും വെറും കൈയോടെ ഒരിക്കലും മടക്കി അയക്കാത്ത ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടിയത് എന്റെ വിശപ്പല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശപ്പ്. അവരവരുടെ ആവശ്യം അറിഞ്ഞ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും കാട്ടിലെ മൃഗത്തിന്റെ ആഹാരമല്ല മറ്റൊരു മൃഗത്തിന് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഉറുമ്പിന്റെ ആഹാരം എടുത്തല്ല കാക്കക്കുഞ്ഞിന് കൊടുക്കുന്നത്. അവരവരുടെ ആഗ്രഹം, അവരവരുടെ ആവശ്യം അറിഞ്ഞ് അവരവർക്ക് വേണ്ടി നൽകുന്ന, അവനെല്ലാം നൽകുവാൻ ധാരാളമായി ഔദാര്യം എന്തെന്ന കർത്താവ് നമ്മുടെ പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിശുക്കനല്ല. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും നാം നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നാം എന്ത് ചോദിക്കുന്നത് അത് മാത്രം തന്നെ വിടുകയില്ല. ഹല്ലേലൂയ. ഒരപ്പം ചോദിച്ചവർക്ക് ഒരപ്പം കൊടുത്തല്ല വിട്ടത്. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും? അല്പാൽപ്പം പോലും കൊടുക്കാൻ. കാരണം ശിഷ്യന്മാരുടെ കണക്ക് അല്പാൽപ്പം കൊടുത്ത് വിടുക എന്നുള്ളത്. എന്നാൽ യേശുവിന്റെ കണക്ക് ഒരിക്കലും അല്പാൽപ്പം കൊടുത്ത് വിടുക, അത് നമ്മുടെ കണക്കല്ല, ദൈവത്തിന്റെ കണക്ക്. ഒരിക്കലും നമ്മുടെ മാക്സും ദൈവത്തിന്റെ മാക്സും കൊണ്ട് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. നമ്മുടെ കണക്ക് ഇത്ര എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു പോകുക. ദൈവം ഒരിക്കലും നമ്മളെ ഒപ്പിച്ചു വിടുന്ന ദൈവമല്ല, അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്ന ദൈവമല്ല. അവൻ ധാരാളമായി ഔദാര്യമായി കൊടുക്കുന്ന കർത്താവ്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവനോട് യേശു പറഞ്ഞ എങ്ങനെയാണ്? ദാഹിക്കുന്നവൻ എന്റെ അടുക്കിലേക്ക് വരട്ടെ. അവൻ ദാഹത്തോടെ ആരെന്റെ അടുക്കിലേക്ക് വരുന്നുവോ അവർക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം തരാമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ഒരാൾ ദാഹിച്ചു വന്നാൽ നമ്മുടെ വീട്ടിലെ ഗ്ലാസിന്റെ കണക്കനുസരിച്ചാണ് ഹല്ലേലൂയ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഒരു തമാശ എടുത്തു, ഹിന്ദിയിലുള്ളതാണെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടത്. ഇന്നത്തെ വന്ന് ഈ ചായയുടെ ഗ്ലാസ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ ചായ ഗ്ലാസ് വളരെ ചെറുതാ. നമുക്കറിയാം, പാട്ടുപാടിയ ദേവദാസിക്ക് ജമ്മുവിൽ ഞാൻ അവിടെ എഴുതി കണ്ടോണ്ട് എനിക്ക് മനസ്സിലായി, നാട്ടിലെ പോലെ വലിയ കപ്പിലൊന്നും അല്ല ചായ കൊടുക്കുക, കൊച്ചു ഗ്ലാസ്സിലാണ് ചായ തരുന്നത്. അതിലും 1/2 ഗ്ലാസ്സേ തരുള്ളൂ. ഇപ്പോൾ വന്ന് അതും അങ്ങ് ചെറുതായി. ഇപ്പൊ സംശയം തോന്നുന്നത് പോളിയോട് ഡ്രോപ്പ് കൊടുക്കുകയാണോ ചായ കൊടുക്കുകയാണോ? കാരണം അത്രത്തോളം ചെറുതായി വന്നു. എന്നതുപോലെ അല്ല കർത്താവ് തരുന്നത്. അല്ലെങ്കിൽ കാരണം അതേ കണക്കുകൾ അല്ലെങ്കിൽ കാലങ്ങൾ വില കയറ്റം കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഭയങ്കര വില, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ വിടുന്ന ഒരു കർത്താവല്ല. കാരണം ഒരു കാര്യമാണ്, എന്റെ കർത്താവിന്റെ ഭണ്ഡാര ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം യേശുന്നില്ല. ഹല്ലേലൂയ. ഒരു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 2 മക്കളുടെ ഉപമ യേശു പറയുമ്പോൾ ഹല്ലേലൂയ, ലോകം മുഴുവനും ദേശം മുഴുവനും ക്ഷാമമായിരുന്നു.
കാരണം അവൻ പോയ നാട് മുഴുവനും ക്ഷാമമായിരുന്നു. ക്ഷാമം കാരണം അവന്റെ കയ്യിലിരുന്നത് മുഴുവനും തീർന്നു. അവൻ ഒത്തിരി കാശുമായിട്ടാ പോയത്. അവൻ തനിക്ക് കിട്ടാനുള്ള നന്മ വിറ്റ് കീശയിലാക്കി, കീശ നിറച്ച് കാശുമായിട്ടാ പോയത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞ് അവസാനം അവന്റെ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെയായി. അല്ലെങ്കിൽ ഒരു ചില്ലിക്കാശും ഇല്ലാതെ മാത്രമല്ല, അവൻ പോയിരുന്ന ദേശത്ത് മുഴുവനും ക്ഷാമമായിരുന്നു. അവൻ പോയ ദേശം മുഴുവൻ. കാരണം അവൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ ഹലിൽ CV ഒരുക്കിക്കൊണ്ട്, ഒരു CV ഉണ്ടാക്കിക്കൊണ്ട് ഹല്ലേലൂയ പലയിടത്തും പോയി ഹലിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. എല്ലായിടത്തുനിന്നും ഹല്ലേലൂയ പിന്നെ പറയാന്ന് പറഞ്ഞ് വിടുകയാണ്. ഇല്ലെന്ന് ആരും പറയത്തില്ലല്ലോ, പിന്നെ പറയാം അല്ലേ, നിങ്ങളെ പിന്നെ അറിയിക്കാം, അല്ലെങ്കിൽ അടുത്ത ഡേറ്റ് നോക്കട്ടെ, നിങ്ങൾ ലിസ്റ്റിലുണ്ട്, ഞങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല, ലിസ്റ്റിലുണ്ട്, പക്ഷെ ഇപ്പം ഞങ്ങൾ പറയാം, പിന്നെ പറയാം എന്ന് പറഞ്ഞ് അവനിങ്ങനെ വിട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദേശം മുഴുവനും ക്ഷാമമായി. എങ്ങും ഒരല്പം പോലും ആഹാരം ലഭിക്കാനില്ല. ലാസ്റ്റിൽ അവന് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്, ഹല്ലേലൂയ, അങ്ങനെയാണല്ലോ മനുഷ്യനെ ഒരു പരിധി വരെയൊക്കെ വിശപ്പ് സഹിക്കാൻ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവന്റെ സകല സ്റ്റാൻഡേർഡും അവന്റെ സകല സ്റ്റാറ്റസും അവൻ മറന്നിട്ട് അവസാനം അവൻ പോയി പന്നിയെ മേയ്ക്കുന്ന ഒരു ഹല്ലേലൂയ ആ ജോലി എങ്കിലും ലഭിച്ചാൽ ആ പന്നിക്ക് കൊടുക്കുന്ന, കാരണം ഹല്ലേലൂയ ശമ്പളമൊന്നും ഇല്ല, പിന്നെ അക്കോമഡേഷൻ കിട്ടിയ എന്താ, പന്നിയുടെ കൂട്ടത്തിൽ കിടക്കാം, പിന്നെ പന്നിക്ക് കൊടുക്കുന്ന ഫുഡ്, അപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇത്രയെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു. സാലറി വേണ്ട. ഇപ്പോൾ പിന്നെ അവന് ഹല്ലേലൂയ അതെ അവന് യാതൊരു ഡിമാൻഡും ഇല്ല. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നന്ദി പറയും. നിങ്ങൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. അവൻ ദൈവാത്മാവ് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഞാൻ കഴിഞ്ഞ 2-3 മണിക്കൂർ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരു ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആമേൻ തയ്യാറായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് എന്താണ് എനിക്ക് തരുന്നത് അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലവും അല്ലെ ഡിമാൻഡുകളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി. ആദ്യമൊക്കെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആദ്യമൊക്കെ വിവാഹത്തിന് തുടങ്ങുമ്പോൾ ഭയങ്കര ഡിമാൻഡുകളുടെ ലിസ്റ്റാ. കുറെ കഴിഞ്ഞ് ഒരു 30-35 വയസ്സൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡുകളൊക്കെ പതിയെ കുറയും. ഇങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ഓഫ് ആവും. ജോലിക്കും അതുപോലെ, പ്രത്യേകിച്ച് പഠിച്ചൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എനിക്ക് ഇന്ന ജോലി വേണം, ഇത്ര സാലറി വേണം, ഇത്ര ലീവ് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, സാറ്റർഡേ സൺഡേ ലീവ് വേണം, ഇങ്ങനെ ഒത്തിരി ഡിമാൻഡുകളാ. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ ഡിമാൻഡുകളൊക്കെ കുറഞ്ഞു പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നായി. പ്രിയ ദൈവവേദലേ, എന്തെങ്കിലും തന്ന് നമ്മെ നടത്തുന്നതല്ല നമ്മുടെ കർത്താവ്. നീ ഒരു ദൈവവേദലാണെങ്കിൽ ഹല്ലേലൂയ ഒരു പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പിന്മാറിപ്പോയിരിക്കാം. അപ്പന്റെ ഭവനം വിട്ട് നീ ഓടിപ്പോയിരിക്കാം. നോ പ്രോബ്ലം. പക്ഷേ ഇന്ന് രാത്രി കാലവും അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഒരു ഓർമ്മ നിനക്ക് വരുന്നുണ്ടെങ്കിൽ, അപ്പന്റെ ഭവനത്തിൽ നീ ഇറങ്ങിപ്പോയപ്പോൾ തുറന്നൊരു വാതിലിട്ടിട്ട പോയത്, അത് ഇന്നും അടഞ്ഞിട്ടില്ല. അത് ഇന്നും ആ വാതിൽ അങ്ങനെ തന്നെ തുറന്നവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആ വാതിൽ ഇന്നും അങ്ങനെ തന്നെ, നീ തുറന്നിട്ടേച്ചു പോയ വാതിലുണ്ടല്ലോ, ഇന്നും നിന്നെ തേടി അങ്ങനെ തന്നെ തുറന്നു കിടപ്പുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഞാൻ ഇന്ന് മടങ്ങി പോകുകയാ. എന്റെ വീട്, നിന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് ഒരു ചിന്ത നിനക്ക് വന്നാൽ മതി. അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന്റെ ചിന്തയിൽ വന്ന കാര്യം, എന്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാര് പോലും തിന്ന് ശേഷിപ്പിക്കുകയാ. ഞാനോ ഇപ്പോൾ വിശപ്പ് കൊണ്ട് വലയുകയാ. ഈ പന്നിക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, അതുപോലും അവന് കിട്ടിയില്ല. എന്നാൽ ഹല്ലേലൂയ അവനൊരു കാര്യം മനസ്സിലായി, ഈ ലോകം മുഴുവനും ക്ഷാമം അനുഭവിച്ചാലും ക്ഷാമം തട്ടിയാലും ക്ഷാമമേക്കാത്ത ഒരപ്പന്റെ വീട് എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന നമ്മളിപ്പോ 51 പേര് ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഞാനായിരിക്കുന്ന പട്ടണത്തിൽ, ഞാനായിരിക്കുന്ന കമ്പനിയിൽ, ഞാനായിരിക്കുന്ന രാജ്യത്തിൽ, ഞാനായിരിക്കുന്ന വീട്ടിൽ, ഞാനായിരിക്കുന്ന സഭയിൽ, ഞാനായിരിക്കുന്ന ദേശത്ത് ക്ഷാമം വരും. പക്ഷേ എനിക്കൊരപ്പന്റെ ഭവനമുണ്ട്. ഒരിക്കലും ക്ഷാമമേശാത്ത, ക്ഷാമത്തിന്റെ ഒരംശം പോലും മേശാത്ത ഒരു വീടുണ്ടെങ്കിൽ അതെന്റെ അപ്പന്റെ വീടാണ്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ എന്നും സന്തോഷ പരിപൂർണതയും അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ. ഹല്ലേലൂയ. അത് ശീതകാലമായാണെങ്കിലും
അത് ഉഷ്ണകാലമാണെങ്കിലും, അത് നീ പറയുന്ന കഥ ക്ഷാമകാലമാണെങ്കിലും, നീ പറയുന്നതിന്റെ പിന്മാറ്റക്കാലമാണെങ്കിലും, നീ എത്ര പിന്മാറിപ്പോയാലും, നീ എത്ര ഓടിപ്പോയാലും, അമ്മൻ നിന്നെ തേടി നിൽക്കുന്ന, നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരപ്പന്റെ വീടുമുണ്ട് എന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ, ഈ സമയം പ്രാരംഭ സമയം തന്നെ, ഈ ആദ്യത്തെ മിനിറ്റുകൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാ. നിന്റെ വാതിൽ അടഞ്ഞിട്ടില്ല, നിന്റെ ഹല്ലേലൂയ ചാൻസ് തീർന്നു പോയിട്ടില്ല, നിന്റെ മുൻപിൽ വഴി അടഞ്ഞു പോയിട്ടില്ല. നീ തെരഞ്ഞ വഴികൾ, നീ പോയ വഴികൾ, നീ അന്വേഷിച്ച വഴികൾ, നിന്റെ ഇഷ്ടത്തിന്, നിന്റെ ഹിതത്തിന്, നിന്റെ ആഗ്രഹത്തിന് നീ തെരഞ്ഞ വഴികൾ പലതും അടഞ്ഞു പോയിരിക്കാം. പക്ഷേ അപ്പന്റെ വീട് ഒരിക്കലും അടയുന്ന ഒരു വീടല്ല. അപ്പന്റെ വീട്ടിൽ എന്നും സന്തോഷമാണ്, എന്നും ആനന്ദമാണ്, എന്നും ഉത്സവമാണ്, എന്നും അവിടെ സമൃദ്ധി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഭവനമെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് മടങ്ങി വരാം. എവിടെയെങ്കിലും നാം എന്റെ ഇഷ്ടപ്രകാരം, എന്റെ ആഗ്രഹപ്രകാരം, എന്റെ ആഗ്രഹത്തിന് വില കൊടുത്ത്, എന്റെ ഇഷ്ടത്തിന് വില കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോയി എങ്കിൽ ഈ രാത്രികാലം ഒരു മടങ്ങി വരവനുള്ള ഒരു രാത്രിയായി പിതാവാം ദൈവം ഇന്നും അവിടെ തന്നെ നിനക്ക് വേണ്ടിയുള്ളത് സകല. പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവാത്മാവിൽ പറയുന്നു, നിനക്ക് വേണ്ടിയത് സകലവുമായി. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം കൂലിക്കാൽ ഒരുത്തിനെ പോലെ എന്നെ കരുതണമേ എന്ന. ഇനി മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല, കാരണം ഞാൻ അയോഗ്യ. അതാണ് നിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. നീ ഒന്ന് സമ്മതിച്ചാൽ മതി, ഞാൻ അയോഗ്യനാണെന്ന്. യെസ്, ഇന്ന് രാത്രികാലവും നീ പിന്മാറിപ്പോയി, അമ്മ നീ പാപം ചെയ്തു, നിന്റെ അപ്പനെ വിഷമിപ്പിച്ചു, അപ്പനെ ഭവനം വിട്ടു നീ പോയി, ശരിയാ. പക്ഷേ എന്ന് നിനക്ക് ഹല്ലേലൂയ ബോധ്യം വരുമോ, അതാണ് നിന്റെ ഇതാകുന്ന രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഈ നിമിഷമാണ് സ്വർഗം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ഈ 2026 ഈ ഫെബ്രുവരി മാസം 24-ാം തീയതി ഈ രാത്രി ചിലരുടെ മടങ്ങി വരവിന്റെ ചിലർക്ക് വേണ്ടി അപ്പൻ കരുതി വെച്ചിരിക്കുന്ന ചില മെത്തരമായ അങ്കി, സാധാരണ അങ്കിയല്ല, മെത്തരമായ അങ്കി, സാധാരണ കാളയല്ല, നിനക്ക് വേണ്ടി മാത്രം നീ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷ എന്റെ അപ്പനുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്ക് തിരിച്ചു വരുമെന്ന് നീ ഒരു പ്രതീക്ഷയില്ലാതെ ഞാനിനി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞായിരിക്കും നീ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയതെങ്കിലും അപ്പനൊരു പൂർണ്ണ നിശ്ചയമുണ്ട്, ഒരു പൂർണ്ണ ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നീ മടങ്ങി വരുമെന്നുള്ളത്. കാരണം ഈ അപ്പൻ ഹല്ലേലൂയ വില കൊടുത്തവനാ, വില മുടക്കിയത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുവല നിനക്ക് വേണ്ടി ചിലവാക്കിയത്, തന്റെ രക്തം നിനക്ക് വേണ്ടി ഊറ്റിയെങ്കിൽ അത് അവസാനത്തെ തുള്ളി രക്തവും 33 തിരുവയസ്സിന്റെ ആ പുണ്യാഹ രക്തം, ആ യൗവന രക്തം നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, വില കൊടുത്തവനവനാണെങ്കിൽ, വില മുടക്കിയത് അവനാണെങ്കിൽ, അതിന്റെ വിലയുടെ കഥ, അതിനുവേണ്ടി കഷ്ടപ്പെട്ട കഷ്ടത ചെറുതല്ല. ചെറിയ കഷ്ടതയല്ല അനുഭവിച്ചത്, ഒരു ചെറിയ വേദനയിൽ അനുഭവിച്ചത്. അവൻ കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ, അവൻ നോക്കി നിൽക്കുന്നവർ മുഖം മറച്ചു കളയത്തക്ക വിധത്തിൽ, അതെ അറയ്ക്കത്തക്ക വിധത്തിൽ വിരൂപനായി, വികൃതനായി, പൂർണ്ണ നഗ്നനായി, അവൻ ഉഴവുകാരൻ ഉഴുതു മറിക്കുന്നത് പോലെ അവൻ ആപാത ചൂടം പടയാളികൾ അവനെ ഉഴുതു മറിച്ചു എങ്കിൽ അതിലോരോ അടിയും അതിൽ നിന്ന് ചീറിപ്പാഞ്ഞ ഓരോ രക്തത്തുള്ളികളും നിന്റെ വിലയ്ക്ക് വേണ്ടി, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിന്റെ മടങ്ങി വരവിന് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്നെ ചില മേത്തരമായത് ധരിപ്പിക്കേണ്ടതിന് വേണ്ടി, ചില തടിപ്പിച്ചത് നിനക്ക് വേണ്ടി ഒരുക്കി വെക്കേണ്ടതിന്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഒന്ന് മടങ്ങി വരാൻ എത്ര പേര് തയ്യാറുണ്ട്? കർത്താവേ, ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ വീണുപോയി എന്ന് എഫെസോസ് സഭയെ കുറിച്ച് എഴുതുമ്പോൾ നീ ഏതിൽ നിന്ന് വീണു എന്നറിഞ്ഞ് ഇന്ന് രാത്രികാലം മടങ്ങി വരുന്നുവെങ്കിൽ, മടങ്ങി വരുന്നവന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ചില ശ്രേഷ്ഠമായ നന്മകൾ, മെത്തരമായ അങ്കി, അവന് വേണ്ടി മാത്രം പണിയിപ്പിച്ചിരിക്കുന്ന മോതിരം, അവനെ വാക്യലരി ഇട്ട് തേഞ്ഞ് അതിന്റെ ബെൽറ്റും പൊട്ടിയ ഒരു ചപ്പലല്ല, ഒരു ചെരുപ്പല്ല അവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്. അവന്റെ പാകത്തിൽ യെസ്, നീ എത്ര അകന്നു പോയാലും നിന്റെ അളവ് എന്റെ കർത്താവിന് അറിയാം. നിന്റെ ചെരുപ്പിന്റെ അളവ്, നിന്റെ വിരലിന്റെ അളവ് എന്റെ അപ്പൻ മറക്കുന്നില്ല. നീ മറന്നാലും ഇവിടെ പാടിയില്ലേ, ഞാൻ മറന്നിട്ടും എന്നെ മറക്കാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. ഞാൻ അതേ മനോഹരമായ പാട്ടില്ലേ, എത്ര ദൂരം ഞാൻ നിന്നെ വിട്ടുപോയി, അത്ര നേരം നീ കാത്തിരുന്നെന്നെ നീ. ഹല്ലേലൂയ. വിട്ടുപോയ എത്രയോ തവണകൾ, അവൻ ഇറങ്ങിപ്പോയ എത്രയോ വഴികൾ, ഇന്ന് രാത്രികാലം നാം വിട്ടുപോയപ്പോഴൊക്കെ നമ്മെ വിട്ടുകളയാതെ നമ്മളെ പിന്തുടർന്ന യേശുവിന്റെ സ്നേഹം
സ്നേഹം ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിനെ നോക്കി, ഇവിടെ ദൈവജനത്തെ നോക്കി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നീ ഒന്ന് മടങ്ങി വാ. മടങ്ങി വരുവാൻ തീരുമാനിക്കുന്ന അന്ന് അവൻ തീരുമാനിച്ചാൽ പോരാ, നീ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. തീരുമാനിച്ചാൽ പോരാ, തീരുമാനം എല്ലാവരും എടുക്കുന്നവരാ. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് മീറ്റിംഗ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, എനിക്കറിയാം. അമ്മ രാവിലെ എന്താ മെസ്സേജ് കേട്ടത് എനിക്കറിയത്തില്ല. പലതും തീരുമാനം നമ്മൾ ഉള്ളവരൊക്കെ എന്തൊക്കെയെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. തീരുമാനമെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ തീരുമാനത്തെ നീ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. ഇന്ന് രാവിലെ ചില തീരുമാനം എടുത്തു കാണാം, ഇന്നലെ രാത്രി നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു കാണാം. പക്ഷേ ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് രാത്രി എടുത്ത തീരുമാനമോ, എത്ര തീരുമാനം എടുത്തു എന്നുള്ളതല്ല വിഷയം. എടുത്ത എത്ര തീരുമാനത്തെ നിനക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞു എന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നത്. ആ മകൻ ഹല്ലേലൂയ തീരുമാനം എടുത്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നില്ല. എടുത്ത തീരുമാനം അന്നേരം തന്നെ അവൻ എഴുന്നേൽക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവ ചിലർ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഇരിക്കാതെ ഒന്ന് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുന്ന നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാതെ നേരെ അപ്പന്റെ ഭവനത്തെ ലാക്കാക്കി ഓട്. യെസ് ഹല്ലേലൂയ. അവിടെ ഒരു അപ്പൻ നിനക്ക് വേണ്ടിയുണ്ട്. നിനക്ക് വേണ്ടത് സകലതും കരുതി. ലോകത്തിൽ എവിടെയെല്ലാം ക്ഷാമം പറ്റിയാലും, എവിടെയെല്ലാം ക്ഷാമം കൊണ്ട് അടയ്ക്കപ്പെട്ടാലും, ഏതെല്ലാം വഴി നിന്റെ മുമ്പിൽ അടഞ്ഞാലും, അത് നിന്റെ ബാങ്ക് നിന്റെ മുമ്പിൽ അടഞ്ഞാലും, നിന്റെ ഗവൺമെന്റ് നിന്റെ മുമ്പിൽ അടച്ചു കാണിച്ചാലും, നിന്റെ രാജ്യത്തിന്റെ മുമ്പിൽ അടച്ചാലും, നിന്റെ ഓഫീസിന്റെ മുമ്പിൽ അടച്ചാലും, എത്ര ഹല്ലേലൂയ മൾട്ടിനാഷണൽ കമ്പനികൾ ആയിരങ്ങളെ പിരിച്ചുവിട്ടാലും, യെസ് ഹല്ലേലൂയ, ഒരു ദൈവപൈതലിന് ഭയപ്പെടുവാനില്ല. കാരണം എന്റെ ആശ്രയം എന്റെ ദൈവത്തിന്റെ പക്കലാണ്. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ പക്കൽ ഒരു ഷോർട്ടേജുമില്ല. ക്ഷാമമേശാത്ത ഒരു വീടുണ്ടെങ്കിൽ അതെന്റെ അപ്പന്റെ വീടാണ്. അപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഹല്ലേലൂയ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. നീതിമാനെ എന്റെ ദൈവം പട്ടിണി കിടത്തുകയില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. കൊടുങ്കാറ്റിന്റെ നടുവിലും പെരുങ്കാറ്റിന്റെ നടുവിലും എന്റെ ദൈവത്തിനൊരു വഴിയുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി, ആ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി, ആ ദൈവിക വിളിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പന്റെ വീട്ടിൽ വരാത്തിടത്തോളം കാലം ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല. അപ്പൻ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവന്റെ പിറകെ പോവുകയായിരുന്നില്ല. അവൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ആ ഒരു ചാപ്റ്റർ അല്ല ഞാൻ പറയാൻ വന്നതെങ്കിൽ അവിടെ ദൈവാത്മാവ് തൊട്ടതുകൂടെ ഞാൻ പറഞ്ഞു പോകാം. അവിടെ 3 നഷ്ടമാണല്ലോ കാണുന്നത്. ഒന്ന്, 100 ആടുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ഒരാട് നഷ്ടപ്പെട്ടു. ഒരാട് എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ട്, പക്ഷെ അതിന് വിവേകമില്ല, ചിന്തിപ്പാൻ അറിയത്തില്ല. ഒരു ബലഹീന ജാതിയ, ഒരു കുഞ്ഞു പ്രശ്നം മതി, ഹല്ലേലൂയ, ഒരു ചെറിയ പ്രതികൂലം മതി, അത് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകാൻ. ആടായതുകൊണ്ട് ആ നല്ല ഇടയൻ 99 മരുഭൂമിയിൽ വിട്ടേച്ചിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിപ്പോയി. അവൻ ആടിന് തിരിച്ചു വരുവാൻ അറിയില്ല എന്ന് ആ യജമാനന് നല്ല ഇടയന് നന്നായിട്ട് അറിയാം. അവൻ അതൊരു ബലഹീന ജാതിയാണ്, അതിന് വലിയ ആരോഗ്യമില്ല, അതിന് വലിയ കഴിവില്ല, അതിന് വലിയ ശക്തിയില്ല. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് നിലവിളിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും. അതുകൊണ്ട് അതിന്റെ സ്വഭാവം അറിഞ്ഞ് ആ നല്ല ഇടയൻ പോയി തിരിച്ചു കൊണ്ടുവന്നു. അടുത്തത് 10 ദ്രഹ്മയാണ്. ഒരു സഹോദരിയുടെ ഹല്ലേലൂയ 10 ദ്രഹ്മ. അതിന്റെയൊക്കെ നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടത് എന്നതിന്റെ മെസ്സേജ് അല്ല, അങ്ങോട്ട് പോകുന്നില്ല. അത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എവിടെയാണത് നഷ്ടപ്പെട്ടതെന്ന്. എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് അവൾക്കറിയാം. അതിന് ജീവനുമില്ല, അതിന് വിവേകവുമില്ല, അതിന് തന്നെ വരാൻ പറ്റത്തില്ല. അതിനെ ഹല്ലേലൂയ തേടി കണ്ടുപിടിച്ചേ കഴിയൂ. അവൾക്ക് മനസ്സിലായി എവിടെയാ നഷ്ടപ്പെട്ടത്, അവിടെ വീട്ടിലാണ് എന്ന് അവൾക്ക് മനസ്സിലായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവാത്മാവിന് നന്ദി. ആമേൻ. ഹല്ലേലൂയ മരം വെട്ടുവാനായി പോയ എലീശയുടെ അതേ ശിഷ്യന്മാർ
നല്ല കാര്യത്തിന് വേണ്ടി പോയതാ. ഇരിക്കുന്ന സ്ഥലം ഇടുക്കമാണ്, ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമാണെന്ന് അറിഞ്ഞ് നമുക്ക് അല്പം ഒരു വിശാലത വേണം എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയതാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയതാ. പക്ഷേ ഹല്ലേലൂയ, സ്വന്തമായിട്ടൊരു കോടാലി ഇല്ലാഞ്ഞിട്ട് പോലും വാടകയ്ക്ക് മറ്റൊരാളുടെ കോടാലി കടം മേടിച്ചുകൊണ്ട് പോയതാ. പക്ഷെ പോകുന്ന വഴിയിൽ, അത് വെട്ടുന്ന വഴിയിൽ, യെസ് ഹല്ലേലൂയ, വെട്ടുന്ന വഴിയിൽ അബദ്ധത്തിൽ അത് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ഇന്ന് രാത്രി കാലം ചില അബദ്ധങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവവേദലേ, നിന്റെ ജീവിതത്തില് നീ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല, ദൈവത്തിന് വേണ്ടി നിന്നതാ, നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ, ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാ, അവൻ ഒരു കുടുംബത്തിന് ഒരു അനുഗ്രഹത്തിന് വേണ്ടി ചെയ്തതാ, ഒരു വിശാലതയ്ക്ക് വേണ്ടി ചെയ്തതാ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ. പക്ഷേ അവൻ നിന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും നീ ആ മനസ്സ് കാണിച്ച് കടം വാങ്ങിച്ചെങ്കിലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് നല്ല കാര്യത്തിനോട് ചെയ്തു. പക്ഷേ തന്റെ കയ്യിൽ നിന്ന് അത് ഊരി താഴെ പോയി. പരിശുദ്ധാത്മാവിനെ നന്ദി, ദൈവാത്മാവിനെ നന്ദി. രാത്രികാലം ചില നഷ്ടപ്പെട്ടതിനെ നീ ഒന്ന് കാണിച്ചു കൊടുക്ക. അപ്പാ, ഇവിടെയാണത് വീണത്. ഇന്ന് രാത്രികാലം നിങ്ങളത് ഏൽപ്പിച്ചു. കർത്താവേ, ഇങ്ങയുടെ കാര്യങ്ങളെ സത്യമാണ് ദൈവത്തോടങ്ങ് തുറന്നു പറ. ഒരുപക്ഷെ മാതാപിതാക്കളുടെ എല്ലാ കാര്യവും തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, ഭാര്യയോടോ ഭർത്താവോടോ എല്ലാ കാര്യവും തുറന്നു പറയാൻ കഴിയത്തില്ല. കാരണം ഒരു മനുഷ്യരായതുകൊണ്ട് തക്കം വരുമ്പോൾ അത് വെച്ച് നമുക്കെതിരെ പണിയും. അതുകൊണ്ട് എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. കൂട്ടുകാരുടെ എത്ര ചങ്കാന്ന് പറഞ്ഞാലും എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റത്തില്ല. സഹോദരങ്ങളുടെ എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ ഇന്ന് രാത്രികാലമായിരിക്കുന്നുള്ള ബോധ്യത്തോടു കൂടി ഇരുന്ന് അപ്പനോടൊന്ന് തുറന്നു പറ. അപ്പ, ഇതാണ് എന്റെ സത്യം, ഇതാണ് എന്റെ വാസ്തവം, ഇങ്ങനെയാണിത് സംഭവിച്ചത്. ഒരു പക്ഷേ ഹല്ലേലൂയ, ഞാൻ മേടിച്ചോണ്ട് പോയ ആ ഉടമസ്ഥയോട് പറഞ്ഞ അവൻ പറയും, നിന്റെ ഉപേക്ഷ കുറവാ, നീ അത് ശരിക്കത് ഉറപ്പിച്ചില്ലായിരുന്നു, നീ അത് സൂക്ഷിച്ചില്ലായിരുന്നു, നീ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലായിരുന്നു, നിന്റേതായ നീ അത് ചെയ്യുമായിരുന്നു, നീ അതിന്മേൽ ഒരു ഉത്തരവാദിത്വം നീ കാണിക്കാഞ്ഞതാണെന്നൊക്കെ ഒത്തിരി കുറ്റെന്ന് പറയാൻ രാത്രികാലം കുറെ കുറ്റങ്ങൾ കേട്ടുകൊണ്ട്, കുറെ പരാതികൾ കേട്ടുകൊണ്ട്, കുറെ പരിഭവങ്ങൾ കേട്ടുകൊണ്ട്, ഒരുപാട് കുറ്റപ്പെടുത്തിയുള്ള നടുവിൽ എന്നെ കേൾക്കുന്നില്ല ദൈവജനത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിവേചിച്ച് പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. നീ നിന്റെ സത്യത്തെ മനുഷ്യരുടെ മുമ്പിൽ എത്ര പറഞ്ഞാലും അവരത് മനസ്സിലാക്കത്തില്ല. പക്ഷേ നിന്റെ സർവശക്തന്റെ മുൻപിൽ നീ ഒന്ന് തുറന്നു പറ. അപ്പ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടത്, ഞാൻ ഈ കാര്യം പറഞ്ഞത്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയത്, ഞാൻ ഇത് ചെയ്തത്, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. അപ്പ, ഞാൻ ഒന്നിനും വേണ്ടിയല്ല, ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തു. പക്ഷേ അബദ്ധം പറ്റിപ്പോയി, അബദ്ധത്തിൽ അത് ഊരിപ്പോയതാണ്, അബദ്ധത്തിൽ അത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിനെ പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ചില സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവാത്മാവ് വിവേചിച്ച് പറഞ്ഞ ചില സാമ്പത്തിക വിഷയങ്ങളിൽ ആരും അറിയാതെ ചില സാമ്പത്തിക ഇടപാടുകളിൽ വളരെ വേദനയോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ ഭാരത്തിലേക്ക് ചില ജീവിതം എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്നു, നീ മനുഷ്യന് മുമ്പിൽ നിന്റെ സത്യം തുറന്നു പറയാതെ ദൈവത്തിന് രാത്രികാലം തുറന്നു പറയുന്നുവെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, ഒരു പ്രകൃത്യാതീതമായ ഒരു മിറക്കിൾ. ഓ റിബനക ശംദര, പ്രവാചകനോട് പറഞ്ഞ പ്രവാചകൻ, അയ്യോ യജമാനനെ, അവൻ കോടാലി വെള്ളത്തിൽ പോയി, അതെന്റേതല്ല. യജമാനനും അന്നേരം അറിയുന്നത് ഇത് വായ്പ വാങ്ങിയതാണെന്ന്, യജമാനനും അപ്പോഴറിയുന്നത് വായ്പ വാങ്ങിയതാണെന്ന്. യജമാനൻ ഇത് വായ്പ വാങ്ങിയതായിരുന്നു. ഞാൻ ആരോടൊക്കെ ആൻസർ പറയേണ്ടതാണ്, ഞാൻ ആർക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടതാണ്, ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ എന്റെ ഹല്ലേലൂയ കാര്യങ്ങളെ ബോധിപ്പിക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ മൊത്തം നഷ്ടത്തിൽ നിൽക്കുക, മൊത്തം ഞാൻ ഊരിപ്പോയി നിൽക്കുക, എന്റെ ജീവിതം മുഴുവൻ നഷ്ടമായി നിൽക്കുക. ഞാൻ പലരുടെ മുമ്പിൽ എനിക്ക് ആൻസർ കൊടുക്കേണ്ട വ്യക്തിയെ, പക്ഷേ എനിക്ക് ഒരു ആൻസറും കൊടുക്കുവാൻ കഴിയാതെ എന്റെ കയ്യിൽ നിന്ന് ഊരി നഷ്ടപ്പെട്ടു, അത് വെള്ളത്തിലേക്ക് വീണത്. നമുക്കറിയാം, കോടാലി ഒരു ഇരുമ്പ് സാധനമാ, വീണാൽ ഓൺ ദ സ്പോട്ടിൽ അത് മുങ്ങിപ്പോകും, അത് താണുപോകും. പ്രവാചകനെ വിളിച്ചു കാണിച്ചു, പ്രവാചക ഇന്നടുത്താണ്, അവിടെയാ വീണത്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്ക്, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ കുറ്റം വിധിക്കാത്ത, നിന്നെ തെറ്റിദ്ധരിക്കാത്ത, നിന്റെ കുറ്റം 4 പേരോട് പറഞ്ഞ് നിന്നെ പരിഹസിക്കാത്ത, നിന്റെ അവസ്ഥ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാത്ത ഒരു നല്ല യജമാനന്റെ മുൻപിലേക്ക് നിന്നെ തിരുന്ന് വിട്ടുകൊടുക്ക്. സ്വർഗം നിന്നെ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിപ്പാൻ ആ ദൈവത്തിനോട് വെളിപ്പെട്ട് നിൽക്കുകയാ. ഹല്ലേലൂയ. വീണ സ്ഥലം കാണിച്ചു കൊടുത്തു. ഉടനെ ഹല്ലേലൂയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇപ്പോൾ ബോംബെയിലെ എന്റെ വീട് ഹല്ലേലൂയ പുനലൂരിനടുത്ത് ഇളമ്പലം എന്ന സ്ഥലമാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ്. ഞങ്ങളൊക്കെ സിസ്റ്ററൊക്കെ ഏകദേശം അടുത്തുള്ള നാട്ടുകാരാ. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഹല്ലേലൂയ എന്തെങ്കിലും ഒരു സാധനം കിണറ്റിൽ വീണാൽ
ഒരു സാധനം ഇട്ട് അതിനെ പൊക്കുക. ഞങ്ങൾ പറഞ്ഞ പാതാളക്കരണ്ടിന്ന, എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ നല്ല എന്താ പറയുന്നതെന്ന്. ഒരു കൊടിയിലാണ്, ഒരു ഫോഴ്സപ്സ് പോലെയാണ്, അതിട്ടിട്ടാണ് അതിനെ പൊക്കിയെടുക്കുന്നത്. അമേൻ പ്രവാചകൻ എവിടെങ്കിലും പോയി പാതാളക്കരണ്ടിക്ക് പോയില്ല. അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ പാതാളക്കരണ്ടിയോടെ ഒന്ന് തേടിപ്പോയില്ല. അല്ലെങ്കിൽ അല്ല നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ മാഗ്നറ്റ് ഉണ്ടോ? കാരണം ഇരുമ്പ് സാധനത്തിനെ പൊക്കിയെടുക്കുന്നത് മാഗ്നറ്റ് ആണല്ലോ, കാന്തമാണല്ലോ. പരിശുദ്ധാത്മാവിനെ നന്ദി. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കൽ. നിന്റെ നഷ്ടപ്പെട്ടതിനെ അമ്മൻ പാതാളക്കരണ്ടി കൊണ്ടോ ഒരു കാന്തം കൊണ്ടോ അല്ല അമ്മൻ പൊക്കിയെടുക്കുന്നത്. നീ ദൈവത്തെ ഏൽപ്പിച്ച വിഷയമാണെങ്കിൽ നാച്ചുറൽ ആയിട്ടല്ല, അത് ലോകപ്രകാരം ഒരു വിടുതലല്ല, ലോകപ്രകാരം ഒരു വിടുതലല്ല. ലോകപ്രകാരം നിന്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന, നിന്റെ ബുദ്ധിക്കകത്ത് ഉദിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ല സ്വർഗം നിനക്ക് വേണ്ടി കണ്ടിരിക്കുന്നത്. അമ്മ ആ പ്രവാചകൻ ഒരു പച്ച മരക്കം പൊടിച്ചു. നമുക്ക് നമ്മൾ വിചാരിച്ചത് എന്താ, ഭ്രാന്താണോ എന്ന്. പലപ്പോഴും ദൈവത്തിന്റെ ആലോചന നമ്മളോട് പറയുമ്പോൾ നമുക്കത് അതുപോലെ ഏറ്റെടുക്കുവാൻ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ ഈ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ അല്ല ഭൂരിഭാഗ സമയവും ഈ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം ഈ ബുദ്ധിയും ഈ ആത്മാവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. ഈ ബുദ്ധി ഹല്ലേലൂയ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ ബുദ്ധി അഫലമാകണം. ഈ ദൂത് കേൾക്കുന്ന എന്നോടാണ് ഈ ദൂതെന്ന് നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങള് ഈ രാത്രികാലം ഒന്ന് അഫലമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ ബുദ്ധി ഒന്ന് തുറന്നു കൊടുക്ക്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ഒന്ന് തുറന്നുവിട്. പരിശുദ്ധാത്മ മണ്ഡലത്തെ ഒന്ന് തുറന്നുവിട്. അപ്പൊ എനിക്ക് എന്റെ ഈ ബുദ്ധി ഒന്ന് മാറ്റിയിട്ട്, എന്റെ സ്വയമായ ഈ ബുദ്ധി ഒന്ന് മാറ്റിയിട്ട്, ഒരുപക്ഷെ ഈ ബുദ്ധി കൊണ്ട് ഞാൻ PhD നേടിക്കാണും, നോ പ്രോബ്ലം. ഡോക്ടറേറ്റ് ഒക്കെ നേടിക്കാണും, നോ പ്രോബ്ലം. ഞാൻ എഞ്ചിനീയർ ആയിരിക്കാൻ, നോ പ്രോബ്ലം. ഞാനൊരു ലെക്ചറർ ആയിരിക്കാൻ, നോ പ്രോബ്ലം. ഞാനൊരു നേഴ്സ് ആയിരിക്കാൻ, നോ പ്രോബ്ലം. ഞാനൊരു വക്കീലായിരിക്കാൻ, നോ പ്രോബ്ലം. അവിടെ ഇരുന്നോട്ടെ. അത് പക്ഷേ ഈ രാത്രികാലം ദൈവത്തിന്റെ ദൂത് പറയുമ്പോൾ നിന്റെ ബുദ്ധിയെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആ വാതാനൊന്ന് തുറന്നു വിട്. കർത്താവേ, ഞാൻ എന്നെ തന്നെ മരിപ്പിക്കുകയാണ്. എന്റെ ചിന്തകളെ, എന്റെ ബുദ്ധികളെ, എന്റെ കഴിവുകളെ, എന്റെ പ്ലാനുകളെ മുഴുവൻ ഞാൻ വലിച്ചു കീറിയിട്ട്, സദൃശ്യവാക്യത്തിൽ 3-ാം അധ്യായത്തിൽ വചനം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, അവനെ തന്നെ നനച്ചുകൊള്ളുക. എന്നാൽ അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിന്റെ പാതകളെ നേരെയാക്കുന്ന ഒരു കർത്താവ്. നിന്റെ വിഷയത്തിന് മറുപടി അമൻ ശബ്ദം നീ പ്രതീക്ഷിക്കുന്ന തലത്തിലല്ല, പക്ഷെ ദൈവത്തിന്റെ പകരം ഒരു മറുപടി ഉണ്ട്. അവിടെ നിന്നൊരു പച്ച മരക്കം പൊടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ഫിസിക്സ് അമ്മ എന്താ പഠിപ്പിക്കുന്നത്? ഒരിക്കലും ഒരു ഭാരം കുറഞ്ഞ വസ്തു അല്ലെങ്കിൽ ഒരു മരക്കം പൊടിച്ച് വെള്ളത്തിലിട്ടാൽ അത് താഴത്തില്ല. പക്ഷേ ഹല്ലേലൂയ, താഴാത്തതിനെ താഴ്ത്തുന്ന ഒരു ദൈവം. പരിശുദ്ധാത്മാവിന് നന്ദി. റീബന ശംദൽ കമന. ഒരിക്കലും മിസ്രയീമ്യർക്ക് ഇസ്രായേലിനോട് ദയ തോന്നത്തില്ല, പക്ഷെ ദയ തോന്നിപ്പിക്കാത്തവനെ കൊണ്ട് ദയ തോന്നിപ്പിക്കുന്ന ഒരു കർത്താവാണ് എന്റെ ദൈവം. ഇതുവരെ മിസ്രയീം ചെയ്തത് ഇസ്രായേലിന്റെ സകല നന്മയും പിടിച്ചു വാങ്ങി വച്ചു എങ്കിൽ ഇസ്രായേലിന്റെ അധ്വാനത്തെ, ഇസ്രായേലിന്റെ കഠിനാധ്വാനത്തെ, ഇസ്രായേലിന്റെ പ്രയത്നത്തെ, അവരുടെ കഷ്ടതയെ, അവരുടെ അധ്വാനത്തെ പിടിച്ചു വാങ്ങി അവന്റെ കീശ വർദ്ധിപ്പിച്ച് ഈ ജനത്തെ അവൻ മുടിച്ചുകൊണ്ടിരുന്നു എങ്കിൽ റബാന റീഖമ ശംദൽ പ്രൗഢഭാര പ്രകൃത്യാതീതമായ ചില ദൈവിക വിടുതലുകളെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലേക്ക് വേണ്ടി അയക്കുക. നീ ശത്രു എന്ന് കരുതുന്ന ചില വ്യക്തികളിൽ കൂടെ നിന്റെ കരുതലിനെ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രികാലം അമേ ഹല്ലേലൂയ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചതായ അമേ പ്രിയ ദൈവജനത്തിന് ആ കുടുംബത്തെ നോക്കി ദൈവത്തിന് ഇടപെടുന്നു. ഇവിടെ ഇന്ന് രാത്രികാലം നിന്റെ ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഫറവോൻ തീരുമാനിച്ചു ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന്. ഫറവോന്റെ കൽപ്പനയാത്. ഞാനോ നിങ്ങൾ എടുക്കുന്ന തീരുമാനമല്ല. അന്നത്തെ സിവിലൈസ്ഡ് വേൾഡിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ആ ഈജിപ്തിന്റെ ഫറോ രാജാവെടുത്ത തീരുമാനമാണ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന്. അങ്ങനെ ഒരു കൽപ്പന നിലനിൽക്കുമ്പോഴാണ്
സന്തോഷ കുഞ്ഞ് ജനിച്ചത്. ഇന്ന് രാത്രികാലം ചിലരെങ്കിലും പറയുന്നു, ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? വളരെ തികച്ചും തീർത്തും പ്രതികൂലമായ സാഹചര്യം കടന്നു പോകുന്നത്. സകല സാഹചര്യം എനിക്ക് പ്രതികൂലമാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രകൃത്യാതീതമായ വഴിയിലൂടെ നിന്നെ പോറ്റുന്നതാണ് എന്റെ അപ്പൻ. കൊല്ലുമെന്ന് വാതി കെട്ടിയ, കൊല്ലുമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചവന്റെ മടിയിൽ വളർത്തുന്നതാണ് എന്റെ ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ഹല്ലേലൂയ. അവൻ കാശ് കൊടുത്ത് സാലറി കൊടുത്ത് ആക്കി വെച്ച സിപ്ര എന്നും പൂവ എന്ന് പറഞ്ഞ ആ 2 മിഡ്വൈഫ്സിനെ കൊണ്ട് അവൻ കൊല്ലാൻ ഏൽപ്പിച്ചവരെ കൊണ്ട് അവൻ രക്ഷിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിനെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ചില ദൈവിക വിടുതലുകൾ സ്വർഗം നൽകുകയാണ്. ഹല്ലേലൂയ. റിബാനക ശംദൽ ക്രൗഡസിയാരവ. അമേ സദൃശ്യവാക്യത്തിൽ 18-ാം അധ്യായം 16-ാം അധ്യായത്തിൽ പറയുന്നു, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ, ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഓറിബാന രഗൽക്കമാനവ, ശത്രുക്കളെ ഇണക്കുവാൻ കഴിയുള്ള കർത്താവ്. അമ്മ സദൃശ്യവാക്യം 21-1 പറയുന്നു, രാജാവിന്റെ മനസ്സ് ദൈവത്തിന്റെ സന്നിധിയിൽ നീർത്തോട് കണക്കെ, ദൈവത്തിന്റെ സന്നിധിയിൽ നീർത്തോട് കണക്കെ. അടുത്ത പദം, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും സ്വർഗം അതിനെ തിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി കാലം ഈ ജനത്തിനു വേണ്ടി ചില നന്മകളെ തിരിക്കുന്ന ഒരു കർത്താവ്. റീബാന ശംദലാരിഗതനാരഗസി ഡീഖമാനവ രഗലഗടക ശൗഡമാനഗ സ്കൗഡമനഗജരാധര റീഖനവ ലഗത്തനെ വൈഡമാനഗസിയ രഗ. ഒറ്റക്കാര്യം നീ ചെയ്താൽ മതി. എവിടെയാണത് നഷ്ടപ്പെടുന്നത് മാത്രം പറഞ്ഞാൽ മതി. എവിടെയാണത് വീണുപോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്വർഗം അവിടെ നിന്ന് ചിലതിനെ ഉയർത്തിയെടുക്കാൻ പോകുകയാ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കടന്നു, സന്തോഷമായി. പക്ഷേ 3 ദിവസം വഴി ദൂരം നടന്നപ്പോൾ വെള്ളം കിട്ടിയില്ല. അവർക്ക് വെള്ളം കിട്ടാതെയായി. ഒരിക്കലും പ്രതീക്ഷിക്കാതില്ല പ്രതികൂലങ്ങൾ. വലിയ വെള്ളത്തെ അല്ലെങ്കിൽ ചെങ്കടലിനെ 2ആക്കി വിഭാഗിച്ചിട്ടാണ് സ്വർഗം അവരെ മരുഭൂമിയിലേക്ക് കടത്തിയത്. മരുഭൂമിയിലേക്ക് കടത്തി അവർ ദിവസം മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ 3 ദിവസമായി വെള്ളം കിട്ടുന്നില്ല. 3 ദിവസം അവർക്ക് വെള്ളം കിട്ടാനില്ല. യെസ്, റീബാന ശംദര റിഗതനാഥനയുടെ വാഗ്ദത്തത്തിലൂടെ നടക്കുകയാണ്. ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കുകയാണ്. ദൈവം പറഞ്ഞ പാതയിലൂടെ നടക്കുകയാണ്. ദൈവം തന്നെയാണ് അവരെ നടത്തുന്നത്. കാരണം പകൽ മേഘസ്തംഭം നിപ്പുണ്ട്. ആ പകലത്തെ ചൂട് അവർ അനുഭവിക്കാതിരിക്കേണ്ടതിന്, രാത്രിയിലത്തെ ഹല്ലേലൂയ അതെ ഇരുട്ടവരെ ഭരിക്കാതിരിക്കേണ്ടതിന്, ബാധിക്കാതിരിക്കേണ്ടതിന് അഗ്നിസ്തംഭം അവിടെ ഇറങ്ങി നിപ്പുണ്ട്. ഇതിന് 2ന്റെ നടുവിലൂടെയാണ് ഈ ജനത്തെ നടത്തുന്നത്. പക്ഷെ എന്നിട്ടും അവർക്ക് ചില ക്ഷാമങ്ങൾ വന്നു. എന്നിട്ടും അവർക്ക് ചില ദാഹങ്ങൾ വന്നു. റുബാന ശാന്തര റിഗന റിഗത്തന വൈഡമാനഗശസി. ചോദ്യം വന്നു, ഞങ്ങൾക്ക് വെള്ളം എവിടെ നിന്ന് കിട്ടും? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. അവര് വെള്ളം കണ്ടു. ആ 3 ദിവസത്തെ ദാഹം കൊണ്ട് പെട്ടെന്ന് ഒരു വെള്ളം കോരി കുടിക്കുവാൻ പോയി. കോരി കുടിക്കുവാനായി കോരി വായിലേക്ക് വെക്കുമ്പോൾ ആ വെള്ളം കയ്പ. ആ വെള്ളം കയ്പ. നീ രുചിച്ച ചില നന്മകൾ, നീ രുചിക്കുന്ന ചില നന്മകൾ, നീ അനുഭവിച്ച ചില നന്മകൾ, അതിന്റെ കുടുംബജീവിതമാണോ? ദൈവം തന്ന തലമുറയാണോ? ദൈവം തന്ന നന്മയാണോ? ദൈവം തന്ന ജോലിയാണോ? എന്തുമായിക്കൊള്ളട്ടെ, ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം തന്നതാ. രുചിപ്പാനായി അത് വായിലേക്ക് അടുപ്പിച്ചപ്പോൾ കഴിക്കുകയാ. ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് വിവേചിക്കുന്നത് കൊണ്ട് പരിശുദ്ധ വ്യക്തമായി ഇടപെടുന്നു. ചില കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ന അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വേറൊരു കുഴി കുത്തി അവിടെ വെള്ളം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അവിടെ നിർത്തിക്കൊണ്ട് അവിടെ മോശയോട് പറഞ്ഞു, അതിന്റെ കരയിൽ, ഏതിന്റെ കരയിൽ? ആ കയ്പിന്റെ കരയിൽ, നീ അനുഭവിക്കുന്ന കയ്പിന്റെ തീരത്ത് അതിനെ മധുരമാക്കുവാനുള്ള വൃക്ഷത്തെ എന്റെ ദൈവം നട്ടിട്ടുണ്ട്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന കയ്പിനെ മധുരമാക്കുവാൻ വേണ്ടുന്നത് അതിന്റെ തീരത്ത് തന്നെ നീപ്പുണ്ട്. എവിടെയാണ് നീ കയ്പ് അനുഭവിക്കുന്നത്? എവിടെയാണ് നീ വേദന അനുഭവിക്കുന്നത്? എവിടെയാണ് നീ ജീവിതത്തിൽ അലമുറയിടേണ്ടി വരുന്നത്? അവിടെ തന്നെ അതിന്റെ തീരത്ത് തന്നെ അവൻ ഒരു വൃക്ഷം നട്ടുവെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്
അതെങ്ങനെയാ സംഭവിക്കുന്നത്? മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കുമായിരുന്നു. ഈ സെയിം മരം ഇന്നിവിടെ കിളിച്ചു വന്നതല്ലല്ലോ. കാരണം ഒരു മരം എന്ന് പറയണമെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും അല്ലെങ്കിൽ 5 വർഷമെങ്കിലും മിനിമം പിടിച്ചോ. അത്രയെങ്കിലും വർഷം ഒരു മരമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ മരത്തിനൊരു കൊമ്പ് വരത്തവിടെ മരമായി അതിനൊരു കൊമ്പ് ഒടിച്ചിടണമെങ്കിൽ ആ മരത്തിൽ നിന്നുള്ള ചെറിയ കൊമ്പുകളും ഇലകളും ഒക്കെ ഈ വെള്ളത്തിൽ തന്നെയല്ലേ വീഴുന്നത്. എന്നിട്ട് ഈ വെള്ളം കയ്പായെങ്കിൽ പിന്നെ ഇപ്പൊ അങ്ങോട്ട് ഒടിച്ചിട്ടാൽ പിന്നെ എങ്ങനെ മധുരമാകുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ബുദ്ധികളെ ഒന്ന് മാറ്റിവെച്ചിട്ട്, തർക്കുത്തരങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട്, ചോദ്യങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട്, മറിയ സമർപ്പിച്ചതുപോലെ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. കുടുംബജീവിത സംബന്ധമായി പ്രതികൂലം കടന്നു പോകുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹാഗർ എന്നൊരു വ്യക്തിത്വത്തെ പരിശുദ്ധന്റെ മുമ്പിൽ കൊണ്ടുവരികയാ. ഹാഗർ തേടി, ഹല്ലേലൂയ. ഹാഗർ എടുത്ത തീരുമാനമല്ല സാറായുടെ ദാസിയാകുക എന്നതും അബ്രഹാമിന്റെ ഭാര്യയാകുന്നതും ഹാഗറുടെ തീരുമാനമല്ല. ഹാഗറിന്റെ തീരുമാനമല്ല, അത് സാറായുടെ തീരുമാനമായിരുന്നു. സാറായുടെ തീരുമാനത്തെ അബ്രഹാം അനുസരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവളോട് വന്നത്, അങ്ങനെയാണ് ആ വീട്ടിലെ ദാസിയായത്, അങ്ങനെയാണ് അബ്രഹാമിന്റെ ഭാര്യയായത്, അങ്ങനെയാണ് അവൾ ഗർഭിണിയായത്. അവൾക്ക് ദൈവത്തോട് പറയാൻ ഒത്തിരി കഥകളുണ്ട്, ദൈവത്തിനോട് ഒത്തിരി ന്യായവാദങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവൻ അവളോട് ഇറങ്ങി ഓടുകയാ. നിൽക്കാൻ പറ്റാത്ത വിഷയമായി അവൾ ഇറങ്ങി ഓടുകയാ. അവളെ തന്നെ അങ്ങ് മറന്നുപോയി, അവിടെ സാഹചര്യം മറന്നുപോയി. കാരണം ചില പ്രത്യേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കയറി വരുമ്പോൾ ഇനി നാളെ എന്തെന്നും ചിന്തിക്കാനുള്ള ഒരു ചിന്താശക്തി ലഭിക്കത്തില്ല. പെട്ടെന്ന് തീരുമാനമെടുത്തു, പെട്ടെന്ന് അവൾ ഇറങ്ങി അങ്ങ് ഓടി. അതിന്റെ അനന്തരഫലം എന്താണെന്ന് അവൾക്ക് അറിയത്തില്ല. ആരുടെയൊക്കെയോ തീരുമാനങ്ങൾ കൊണ്ടാണ് ഈ വീട്ടിൽ വന്നതെങ്കിലും ദൈവാത്മാവിനെ നന്ദി പറയുന്നു. ആരുടെയൊക്കെയോ തീരുമാനങ്ങൾ കൊണ്ടാണ് നീ വന്നൊരു അബദ്ധം പറ്റി നിനക്ക് തോന്നിയാലും അമ്മൻ മനുഷ്യന്റെ അബദ്ധങ്ങളെ അതേ ദൈവത്തിന്റെ പദ്ധതിയാക്കുന്നതാണ് എന്റെ കർത്താവെങ്കിൽ ഹല്ലേലൂയ. നിന്നെ കുറിച്ച് നീ ഒരു അബദ്ധമാണ്, നീ ഒരു അധികപ്പറ്റാണ്, നീ ഒരു ശാപമാണ്, നീ ഒരു ഹല്ലേലൂയ തിന്മയാണ്, ഈ വീട്ടിലെ ഞാനൊരു അധികപ്പറ്റാണ്, എനിക്കിവിടെ നിൽപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി ഓടി. അവളുടെ കൂടെ അല്ല, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ തീരുമാനമെടുക്കുന്നതിന് മുൻപേ അവൾ എവിടം വരെ ഓടുമെന്ന് എന്റെ ദൈവത്തിന് അറിയാമായിരുന്നു. നീ ഓടിയാലും എവിടം വരെ ഓടുമെന്ന് എന്റെ കർത്താവിന് അറിയാമായിരുന്നു. നിന്റെ കഴിവ് എത്ര ഉണ്ടെന്ന്, നിന്റെ ബലം എത്ര ഉണ്ടെന്ന്. പെട്ടെന്നുള്ള ദേഷ്യത്തിലൊക്കെ പല തീരുമാനം നാം എടുക്കുമെങ്കിലും എത്രത്തോളം ആ തീരുമാനം ഓടുമെന്ന് എന്റെ ദൈവം തമ്പുരാനെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം അവൻ ഇവളെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്, ഇവളെവിടെ ചെന്ന് നിൽക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ദൂതനെ അവളവിടെ ചെല്ലുന്നതിന് മുൻപേ ദൂതനെ അവിടെ കൊണ്ടെത്തിച്ചൊരു കർത്താവ്. യെസ് ചൂടാരാമ ശംദരാധരാധര നീ എത്ര ഓടിയാലും, നീ എവിടം വരെ ഓടുമെന്ന് എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ എത്ര പ്ലാൻ ചെയ്താലും നിന്റെ പ്ലാൻ എവിടം വരെ എത്തുമെന്ന് ദൈവത്തിന് അറിയാം. ദൂതൻ അവളോട് ചോദിച്ചത് ചോദ്യം അവൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചോദ്യം. കാരണം എനിക്ക് ഒരാളെ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ആ ആളിന്റെ പേരിൽ ഞാൻ അറിയപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കത്തില്ല. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് എന്റെ വിശ്വാസം. എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ സമ്മതിച്ചേ പറ്റുകയുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, സാറായിയുടെ ദാസിയായ ഹാഗരെ, അബ്രഹാമിന്റെ ഭാര്യയായ ഹാഗരെ നല്ല ചോദിച്ചത്. അതായത് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടേനെ. കാരണം ഈ സാറായിയുടെ കാഠിന്യ നിമിത്തം അവളോട് ഇറങ്ങി ഓടിയത്.
ദൈവത്തിന്റെ ചില പേഴ്സണൽ ദൂതുകളാണ്, വ്യക്തിപരമായ ദൂതായി സംസാരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുന്നവർക്ക് ഒരു ഭയങ്കര വിടുതലിലേക്ക് ദൈവം നയിക്കുകയാണ്. റബനഗ ശംദരാരിബാനഗസി. സാറായുടെ ദാസിയായ ഹാഗരെ നമ്മളെ അഡ്രസ് ചെയ്തത്, നിനക്ക് ഇഷ്ടമില്ലാത്ത പേരിൽ നീ അറിയപ്പെടുന്നു കരുതി സ്വർഗം നിന്നെ കൈവിട്ടു എന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന് നിന്റെ മേലെ പദ്ധതി തീർന്നു എന്നും നിന്റെ മേലെ ദൈവത്തിന്റെ വാഗ്ദത്തം അവസാനിച്ചു എന്നുമല്ല അതിന്റെ അർത്ഥം. ചില നാളുകൾ നീ ആ പേരിൽ അറിയപ്പെടണം എന്നുള്ളത് എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഏൽപ്പിച്ചിടുക കർത്താവിന്റെ കാര്യങ്ങളിലേക്ക്. കർത്താവേ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. എന്റെ ഇഷ്ടം നിറവേറ്റാനാണെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ വേഷം കെട്ടി സമയം ചെലവാക്കി, നെറ്റും ചെലവാക്കി, ഇലക്ട്രിസിറ്റിയും ചെലവാക്കി ഇവിടെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പൂർണ്ണ വിട്ടുകൊടുക്കുവാൻ പൂർണ്ണ സമർപ്പണമുള്ളവര് മാത്രമേ ഇവിടെ ഇരുന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഇത് ഓഫ് ചെയ്തിട്ട് വീട്ടിൽ പോകാം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്റെ ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് നീ വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ. ചില അസഹനീയതയിലൂടെ, ചില കാഠിന്യങ്ങളിലൂടെ മനസ്സ് മടുത്ത് ജീവിതം തന്നെ മടുത്ത് ഇറങ്ങി ഓടുവാൻ തീരുമാനമെടുത്ത ചില ജീവിതങ്ങൾ ഇതിനകത്ത് നിന്നെ കേൾക്കുന്നുണ്ട്. സ്വർഗം പറയുന്നു, അവൻ ചോദിക്കുന്ന ചോദ്യം, സാറായുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഇന്ന് ലോകത്തിലെ 90% ആൾക്കാർക്കും അറിയാൻ പറ്റാത്തൊരു ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ അറിയാം, പക്ഷെ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയും. ഇന്ന് പകൽക്കാലം രാത്രികൾ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, ക്രിസ്തുവിന്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പ്രിയ ദൈവവേദലേ, എനിക്കും നിങ്ങൾക്കും വ്യക്തമായ ഉത്തരം കൊടുക്കണം. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം പറയണം. എങ്ങനെയെങ്കിലും അങ്ങ് ഓടുവല്ല. ചെല്ലുന്നിടം പിയോ, ചെല്ലുന്നിടത്തങ്ങ് ചെല്ലട്ടെ. എങ്ങോട്ട്? യേശുവിന്റെ നാമത്തിൽ ഈ ദിവസം ആ വാക്കുകളൊക്കെ മാറട്ടെ. സ്വർഗം എന്റെ മേൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ മേൽ ഒരു നിർണയമുണ്ട്. എന്റെ മേൽ, എന്റെ തലമുറകളുടെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ, എന്റെ ജോലിയുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ സ്വർഗത്തിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. എനിക്കൊരു ഹല്ലേലൂയ ഒരു ഡയറക്ടർ ഉണ്ട്. എന്റെ പിന്നിൽ എന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു ഡയറക്ടർ ഉണ്ട്. അത് എവിടെ ചെന്നെത്തുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ യേശു എന്നോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ വാസസ്ഥലം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 73 പേരോട് ഞാൻ പറയട്ടെ, നിനക്കൊരു വാസസ്ഥലമുണ്ട്, നിനക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നിനക്കൊരു മനോഹരമായ ഭവനമുണ്ട്. നീ അനാഥയല്ല, നീ ആശരണയല്ല, നീ ഹല്ലേലൂയ ആരാലും ത്യജിക്കപ്പെട്ട് ഒന്നുമില്ലാത്തവളല്ല. ഈ ലോകത്തിൽ ഞാൻ ഭോഷയെങ്കിലും, ഈ ലോകത്തിൽ ഒരു കിടക്കാടും എനിക്കില്ലെങ്കിലും ഒരു നിത്യമായ ഭവനം എനിക്ക് വേണ്ടി ഒരുങ്ങപ്പെടുന്നുകൊണ്ട് ഞാൻ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് ആ നിത്യതയെ ലക്ഷ്യം വെച്ചാണ്. നിത്യതയെ ലക്ഷ്യം വെച്ചാണ് ഓരോ ദിവസവും നീങ്ങുന്നത്. ലക്ഷ്യമില്ലാത്തതല്ല ഞാൻ പോരാടുന്നത്. ആകാശയുദ്ധം, മുഷ്ടിയുദ്ധം ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അവരെന്റെ ഉപനിധി. ദിവസം വരെ കാക്കുവാൻ ശക്തനിൽ ഉറയ്ക്കുന്നു. ഇന്ന് രാത്രികാലം ഉറയ്ക്കുന്ന വിവരങ്ങളിലേക്ക് ഒരു മിഥ്യയുടെ പിറകിലോ ഒരു യാന്ത്രികമായ ജീവിതമല്ല നയിക്കുന്നത്. എങ്ങനെയോ തുടങ്ങി, എങ്ങനെയോ പോകുന്നു, എവിടെയോ അവസാനിക്കും. ഇതല്ല ആൻസർ. കാരണം നാം ഹാഗറിന്റെ സന്തതിയല്ല. ഹാഗാർ ജഡത്തെ കാണിക്കുമ്പോൾ നാം ഹല്ലേലൂയ ഇസ്മായേലിന്റെ സന്തതിയല്ല. നാം ഇസഹാക്കിന്റെ വാഗ്ദത്ത സന്തതിയാണ്. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. രാത്രികളുടെ ദൂത് അത് തന്നെയാ. നിങ്ങളോട് പറ, ദൂത് മടങ്ങി വാ, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെന്നേ.
ഹാഗറിനോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? എവിടെ നിന്ന് വരുന്നു എന്ന് പറയാനൊരു മറുപടി അവൾക്കുണ്ട്, പക്ഷേ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവൾക്ക് ഉത്തരമില്ല. നീ ഉത്തരമില്ലാതെ നീ ഇന്ന് നിൽക്കുന്ന വിഷയത്തെ കുറിച്ച് എന്റെ ദൈവത്തിന് വ്യക്തമായ ഉത്തരമുണ്ടെന്നാ പറയുന്നത്. എനിക്ക് ഉത്തരമില്ല. ചില വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, ചില വിഷയങ്ങളെ കുറിച്ച്, ഭൂമിയിലെ ചില വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരം പറയാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷേ നിനക്ക് ഉത്തരമില്ലാത്ത വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവിന് ഉത്തരമില്ലെന്നല്ല, അതിനെ കുറിച്ച് നീ അറിയുന്നതിനേക്കാൾ അപ്പുറമായൊരു ഉത്തരമുണ്ട്. ദൂതൻ തന്നെ അവളോട് ചോദിക്കുന്നു, നീ ഗർഭിണിയല്ലോ, നീ ഗർഭിണിയല്ലോ, യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ 3 മാസങ്ങളായിരിക്കാം അത്. പുറമേ ഹല്ലേലൂയ ഒരു ഗർഭിണി എന്ന് അറിയത്തക്ക വിധത്തിലുള്ളതായ ആ ബോഡി പോസ്റ്റർ അല്ല അവൾക്കുള്ളത്. അതുകൊണ്ടാണ് ദൂതൻ അങ്ങനെ ചോദിച്ചത്, നീ ഗർഭിണിയല്ലോ. അവൾ അന്തം വിട്ടുപോയി. മാത്രമല്ല അവളോട് പറയുന്നു, നിന്റെ അകത്തൊരു ശിശുവുണ്ട്, അത് പുരുഷ സന്തതിയാണ്, അത് ആൺ സന്തതിയാണ്. അവൻ ആരായിരിക്കും? നിന്റെ ഭാരം ഇന്ന് രാത്രികാലം, നീ ഇറങ്ങി ഓടുന്നതിന്റെ വിഷയം നിന്നേക്കാൾ അധികം നീ നിന്റെ ചില വിഷയങ്ങളെ ഓർത്ത്, നിന്റെ തലമുറകളെ ഓർത്ത് പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. തലമുറകളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് പിടിച്ചു നിൽക്കുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ചിലത് സഹിക്കുന്നവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലം സംസാരിക്കുന്നു. നിന്റെ ഈ തലമുറയെ കുറിച്ച് നീ കണ്ടിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ വാഗ്ദത്തം സ്വർഗം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അവളോട് പറഞ്ഞു, മടങ്ങിപ്പോയി അവിടെ ഇരിക്ക്. അവിടെയാണ് നിന്റെ കയ്പ് മാറാൻ പോകുന്നത്. അവിടെ നിർത്തിക്കൊണ്ടാ നിന്റെ കയ്പിനെ ദൈവം മാറ്റാൻ പോകുന്നത്. അവിടെ നിർത്തിക്കൊണ്ടാ നിന്റെ കയ്പിനെ മാറ്റാൻ പോകുന്നത്. അവിടെ നിർത്തിക്കൊണ്ട് നീ എത്ര മാറാട് അനുഭവം അനുഭവിച്ചാലും എന്റെ കർത്താവ് പറയുന്നു, അവിടെ ഒരു ആൻസർ ഉണ്ട്. നീ നിൽക്കുന്ന ആ ദേശത്ത്, നീ നിൽക്കുന്ന ആ രാജ്യത്ത്, നീ നിൽക്കുന്ന ആ ജോലി സ്ഥലത്ത്, നീ നിൽക്കുന്ന ആ ഇടത്ത്, നീ എവിടെയായിരിക്കുന്നുവോ അവിടെ അതിന്റെ സൊല്യൂഷൻ സ്വർഗം കണ്ടിട്ടുണ്ട്. അവിടെയാ സൊല്യൂഷൻ ഉള്ളത്. അവൻ അപ്പുറത്ത് പോയി വേറൊരു കുഴി കുഴിച്ച് വെള്ളത്തിന് വേണ്ടിയുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനല്ല കർത്താവ് പറഞ്ഞത്. അതെന്റെ ദൈവത്തിന്റെ ഓപ്ഷൻ അല്ല, അത് മനുഷ്യന്റെ ഓപ്ഷനാ. കാരണം മനുഷ്യനാണ് ഈ പ്ലാൻ BCDZ വരെയുള്ളത്. എന്റെ ദൈവത്തിന് ഒറ്റ പ്ലാനേ ഉള്ളൂ, അത് പ്ലാൻ A മാത്രമാ. സമയത്തിനനുസരിച്ച് വാക്ക് മാറുന്നതാണ് എന്റെ കർത്താവ്. ലാബാൻ 10 പ്രാവശ്യം വാക്ക് മാറ്റിയതുപോലെ വാക്ക് മാറ്റുന്ന ലാബാൻ അല്ല നിന്റെ ഉടയവൻ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക യേശുവിന്റെ നാമത്തിൽ. നിന്റെ ബോസ് നിനക്ക് വാക്ക് മാറ്റി കാണും. ഈ പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞു, ഈ ഇൻക്രിമെന്റ് തരാമെന്ന് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു മാന്യം തരാമെന്ന്. പക്ഷെ ലോകം വാക്ക് മാറ്റുമെന്നാൽ മാറ്റി പറയാത്ത, ബോഷ്ക്ക് പറയാത്ത, വാക്ക് മാറ്റാത്ത ഒരു ഉടയവനാണ് നിന്റെ ഉടയവനെന്ന് ഈ രാത്രികാലം വിശ്വസിക്ക്. ഹല്ലേലൂയ. റബാനക ശന്തൽ കമാനകസിയ. അമരാലിൽ മടങ്ങി വന്ന് അവിടെ പാർക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞിടത്തോളം അവളവിടെ പാർത്തു. ദൈവം പറഞ്ഞിടത്തോളം പാർത്തു. അതിന്റെ അർത്ഥം നീ എന്നും അവിടെ നിൽക്കണമെന്നല്ല, പക്ഷേ ദൈവം പറഞ്ഞിടത്തോളം നീ അവിടെ താമസിക്കണം. ദൈവം പറഞ്ഞിടത്തോളം നീ അവിടെ താമസിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, മനുഷ്യന്റെ നിവാസങ്ങൾക്കും കാലങ്ങൾക്കും എന്റെ ദൈവം ഒരു അതിര് നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ എത്ര കാലം, എത്ര സമയം ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ദേശത്ത്, ഒരു സ്ഥലത്ത്, ഒരു കമ്പനിയിൽ ആയിരിക്കണമെന്ന് എന്റെ ദൈവം എന്നെ കുറിച്ച് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത്രയും സമയം ഞാൻ അവിടെ തന്നെ ആയിരിക്കണം. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ അനുവാദമില്ല. അതിന്റെ അർത്ഥം നിന്നെ എന്നും അവിടെ തളച്ചിടുമെന്നല്ല, എന്നും നിന്നെ അവിടെ തളച്ചിടുമെന്നല്ല. 430 വർഷം മിസ്രൈമിന്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ ആ 430 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് പോലും എന്റെ ദൈവം തന്റെ ജനത്തെ അവിടെ ഇട്ടില്ലെന്ന അതിന്റെ അർത്ഥം. ലാബാൻ 10 പ്രാവശ്യം യാക്കോബിന്റെ പ്രതിഫലം മാറ്റിയെങ്കിലും എന്നും നീ ലാബാന്റെ വീട്ടിൽ അടിമയായി കിടക്കണമെന്നല്ല സ്വർഗം നിന്നെ കുറിച്ച് പദ്ധതി ഇടുന്നതെന്ന്. നിന്റെ പ്രവാസം മാറ്റുന്ന ഒരു ദൈവമുണ്ട്.
നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാറ്റേണ്ട സമയത്ത് നീ അറിയാതെ തന്നെ നിന്നെ എടുത്തു മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, സ്വന്തം വഴികളിൽ ആശ്രയിക്കാതെ ദൈവകരങ്ങളിൽ രാത്രികാലം വിട്ടുകൊടുക്ക്. സ്വർഗം ചില കുടുംബങ്ങൾക്കകത്തേക്ക്, ചില വ്യക്തികൾക്കകത്തേക്ക് ഒരു ദൈവപ്രവൃത്തി അയക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്താട്ടെ. പ്രാർത്ഥിച്ചിരുന്നാട്ടെ, കർത്താവെ സംസാരിക്കണമേ. 2 മണിക്കൂർ, ഞാൻ 2 മണിക്കൂറിലധികം എഴുതി അല്ലെങ്കിൽ തയ്യാറാക്കി മെസ്സേജ് വേണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന. പക്ഷേ അതിലോട്ട് ഒറ്റ വാക്ക് പോയിട്ടില്ലേ പോകത്തുമില്ല. കാരണം സമയം മുമ്പിൽ പോയി കഴിഞ്ഞു. ഒരു വലിയ മെസ്സേജ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. ഏതൊരു മീറ്റിങ്ങിന് ഞാൻ പോയാലും പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് മാത്രമേ പോകാറുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അത് മുഴുവനും പറഞ്ഞിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതെല്ലാം ഇതുപോലെ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോകും. കാരണം പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വിവേചിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ജനത്തിനെ വിവേചിക്കുന്നത്. ഈ രാത്രികൾ ഇരിക്കുന്ന ഓരോ ദൈവജനത്തെയും പരിശുദ്ധാത്മാവ് വ്യക്തമായി വിവേചിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ട കോടാലി നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കർത്താവേ, ഇത് വെള്ളത്തിൽ വീണു, ഇത് വായ്പ വാങ്ങിയതാ, ഇത് വായ്പ വാങ്ങിയതാ, ഇത് മറ്റാരുടേതാണ്. ഇന്ന് രാത്രികാലം ഒന്ന് വിട്ടപ്പ, ഈ ശരീരം എന്റേതല്ല, ഇത് വിലയ്ക്ക് വാങ്ങിയതാണ്. എന്റെ തലമുറ എന്റെ സ്വന്തമല്ല, എന്റെ തലമുറ എന്റെ സ്വന്തമല്ല. ഇതെന്റെ ദൈവം എനിക്കെന്ന ദാനമാണ്. ഇത് ദൈവത്തിന് ഒരിക്കലും എനിക്ക് തിരിച്ചേൽപ്പിച്ചേ പറ്റുകയുള്ളൂ. ദൈവം എത്ര തലമുറയെ തന്നിട്ടുണ്ടോ അതിനെ മുഴുവനെയും നീ തന്നെ ഏൽപ്പിച്ചവന് കൊണ്ട് തിരികെ ഏൽപ്പിച്ചവന് കരുത് വായ്പയാണ്. ഇത് വായ്പയാണ്, ഇത് ദാനമാണ്. ഇതിനൊരു ഉടമസ്ഥനുണ്ട്. ഇത് രാത്രികാലം തലമുറകൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, അവർ ആത്മീക നിലവാരങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത്, അവരുടെ കുടുംബ ജീവിതത്തിന്റെ നഷ്ടത്തെ ഓർത്ത്, അവരുടെ സമാധാനങ്ങളുടെ നഷ്ടത്തെ ഓർത്ത്, അവരുടെ ആത്മാവെ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിന്റെ ജോലിയുള്ള നഷ്ടത്തെ ഓർത്ത്, തലമുറകൾക്ക് വേണ്ടി തലമുറയുടെ നഷ്ടത്തെ ഓർത്ത് കരയുന്ന പ്രിയ മാതാവേ, പിതാവേ, ദൈവാത്മാവ് പറയുന്നു, നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. പ്രതീക്ഷിക്കാത്ത തലത്തിലൂടെ അവിടുന്ന് വിടുതൽ വരികയാ. അമനാതെ കൊമ്പ് മുറിച്ച് അവിടേക്കിട്ടു, ഒരു മരക്കൊമ്പ് മുറിച്ച് താഴെ വെള്ളത്തിലിട്ടു. യാതൊരു കാരണവശാലും അത് താണു പോകത്തില്ല. പക്ഷേ ഒരിക്കലും താഴത്തിലെന്ന് പറയുന്നതിനെ കൊണ്ട്, ഒരിക്കലും സാധ്യമല്ലെന്ന് പറയുന്നതിനെ കൊണ്ട്, ഒരിക്കലും നിനക്കൊരു നന്മ കാണിക്കത്തില്ലെന്ന് പറയുന്നവരെ കൊണ്ട്, ഒരിക്കലും ഒരു ദയ കാണിക്കത്തില്ലെന്ന് പറയുന്നവരെ കൊണ്ട് ഒരു അസാധാരണ ദയ, ഒരു അൺയൂഷ്വൽ കൈൻഡ്നസ്, ഒരു അൺയൂഷ്വൽ ഫേവർ. എസ്തേറേ, എന്താ നിന്റെ യോഗ്യത? നിനക്ക് എന്താ യോഗ്യത? ഒരു രാജ്ഞസ്ഥാനത്ത് വരുവാൻ എന്ത് നിനക്ക് യോഗ്യത? ഒരു യോഗ്യതയും ഇല്ല എന്നുള്ള യോഗ്യതയിൽ അപ്പുറം വേറൊരു യോഗ്യതയില്ല. ആമേൻ, ഹല്ലേലൂയ. എസ്തേറെ വിളിച്ച് ചോദിച്ചാൽ, കുഞ്ഞെ നിന്റെ യോഗ്യത ചോദിച്ചാൽ അവള് പറയും ഒരു യോഗ്യതയില്ല. കാരണം അവളൊരു യഹൂദ പെൺകുട്ടിയാ. ഇതൊരു ജാതീയ രാജാവിനാണ് രാജ്ഞിയായിട്ട് കൊടുക്കേണ്ടുന്നത്. ഒരു യോഗ്യതയും ഇല്ല എങ്കിലും നിന്നെ യോഗ്യനാക്കി മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം ജീവിക്കുന്നു. എസ്തേറിന്റെ ദൈവം മരിച്ചു പോയിട്ടില്ലെന്ന് വിശ്വസിക്ക്. നീക്കേണ്ടതിനെ നീക്കി, വാഴിക്കേണ്ടതിനെ വാഴിക്കുന്ന ഒരു കർത്താവ്. അകംപാത്രത്തിലിരുന്ന വീഞ്ഞ് തീർന്നുപോയി. അമ്മൻ വിരുന്നുവാഴിയുടെ മുൻപിലിരുന്ന വീഞ്ഞ് തീർന്നുപോയി. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാ. അതൊരിക്കലും സംഭവിക്കേണ്ടതല്ല. എന്തുകൊണ്ടത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്നും എനിക്ക് പ്രസംഗിക്കാൻ അമ്മൻ ഒരു ഹല്ലേലൂയ പ്രസംഗ വിഷയമാ 6 കൽഭരണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൽപാത്രം എന്ന് പറയുന്നത്. ചിലതിനെ കാലിയാക്കുന്നത് എന്തിനെന്നറിയാമോ? അർഹതയില്ലാത്തതിന്റെ പേര് അവിടെ കൊണ്ട് എഴുതാന്. ഇന്ന് രാത്രികാലം ചില അഡ്മിഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. അഡ്മിഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന തലമുറകളെ നോക്കി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. ചില അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്റെ പേരിനെ തിരികെ കയറ്റി വെക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്. യോഗ്യത നോക്കിയിട്ടല്ല, നിന്റെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ടല്ല, സ്വർഗത്തിന് നിന്നെ അവിടെ കൊണ്ട് ഇരുത്തണമെന്ന് പദ്ധതിയിട്ടാൽ, ദൈവം അത് ചെയ്തിരിക്കും. എന്റെ ദൈവം അത് ചെയ്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ചില അഡ്മിഷനുകൾക്ക് വേണ്ടി കാത്തിരുന്ന കുഞ്ഞുങ്ങളെ, കരയുന്ന മാതാപിതാക്കളെ വചനത്തിൽ വിശ്വസിക്കുക. 6 കൽപാത്രങ്ങൾ അവിടെ ഈ തരത്തിൽ വിശേഷിക്കപ്പെടേണ്ടതല്ല.
അതിന് അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട്. വരുന്നവരുടെ കാലുകൾ കഴുകാവുന്ന യഹൂദന്റെ ശുദ്ധീകരണ നിയമപ്രകാരമുള്ള അതിനവിടെ അതിൻ്റെതായ റോൾ ഉണ്ട്. പക്ഷേ വീഞ്ഞെന്ന പദത്തിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ വീഞ്ഞു തീർന്നതിന് പകരമാക്കി ഉപയോഗിക്കേണ്ടതല്ല. നിനക്ക് ഇല്ലാത്ത യോഗ്യതയെ ദൈവം തമ്പുരാൻ തരാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. യോഗ്യന്മാരെ തേടി വന്നവനല്ല, അവൻ നീതിമാന്മാരെ തേടിയല്ല എന്റെ കർത്താവ് വന്നത്. പാപികളെ തേടി, അശരണരെ തേടി, അഗതികളെ തേടി, ദരിദ്രരെ തേടി, ആവശ്യക്കാരനെ തേടി, ആലംബഹീനരെ തേടി, സമൂഹം മാറ്റിവെച്ചവനെ തേടി, സമൂഹം മാറ്റി നിർത്തിയവനെ തേടി വന്ന ഒരു ഉടയവനുണ്ടെങ്കിൽ എന്റെ നസ്രയനായ യേശു ക്രിസ്തു മാത്രം. വിശ്വാസത്തോടെ ആ നല്ല കർത്താവിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് കരമുയർത്തി ദൈവത്തിന് മഹത്വം കർപ്പിക്കുക. അവൻ യോഗ്യനാണ്, അവൻ യോഗ്യനാണ്, അവൻ യോഗ്യനാണ്. ഞാൻ അയോഗ്യയാണെങ്കിലും എന്റെ സകല അയോഗ്യതകളെ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായപ്പോൾ എന്റെ സകല അയോഗ്യതകളും യോഗ്യതയായി മാറി. ഈ രാത്രികാലം നിന്നെ ചിലയിടത്തേക്ക് സ്വർഗം തിരികെ കയറ്റുക. അൺയൂഷ്വൽ ഫേവർ. വായിക്കുന്ന അവളോട് ഒരു പ്രത്യേക പ്രീതി, ഒരു പ്രത്യേക ഇഷ്ടം. വചനം പറയുന്നു, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നും, എനിക്ക് മനസ്സലിയണം എന്നുള്ളവനോട് എനിക്ക് മനസ്സലിവ് തോന്നും. തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവത്തിന്റെ തീരുമാനം അതൊരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, അത് ദൈവത്തിന്റെ കൃപയാൽ വരുന്നതാകയാൽ ഏശാവിനെ തള്ളി യാക്കോബിനെ ഹല്ലേലൂയ സ്വീകരിച്ചു എന്നുള്ളത് എന്റെ ദൈവത്തിന്റെ ദയയാണ്, അതിന്റെ ദൈവത്തിന്റെ കൃപയാണ്, അതിന്റെ ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് ഓടുന്നവനാലല്ല, ഈക്ഷിക്കുന്നവനാലല്ല, കാരണം അത് ഓന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. വിട്ടുകൊടുക്കുക കർത്താവിന്റെ കരങ്ങളിലേക്ക്. ദൈവത്താൽ സാധ്യമാക്കുന്നത് ചില ദൈവത്താൽ സാധ്യമായി വരുന്നു, ദൈവത്താൽ ചിലത് സാധ്യമായി വരുന്നു, ദൈവത്താൽ ചിലത് സാധ്യമായി വരുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി. ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം ഇരമ്യാവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അതുവരെ ഇരമ്യാവിനെ ദൈവം ഉപയോഗിച്ച് എന്തിനാണെന്നറിയാമോ? ബീനശിഷ്ടമുള്ള ഒരു ദൂതാണത്. അതുവരെ ദൈവം എന്തിനാണ് ഇരമ്യാവിനെ ഉപയോഗിച്ചെന്നറിയാമോ? മറ്റുള്ളവരെ പ്രവചിക്കാൻ. യെരൂശലേമിന്റെ കഷ്ടത്തെ കുറിച്ച്, യെരൂശലേമിന്റെ പാപത്തെ കുറിച്ച്, യെരൂശലേമിൽ വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച്, പ്രവാസത്തെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഷ്ടത മാത്രം പ്രവചിക്കുന്നതല്ല കർത്താവ്. അതിന്റെ അപ്പുറത്ത് ഒരു പോംവഴി ഉണ്ടെന്നും അതിനുവേണ്ടി നീ എന്ത് ചെയ്യണമെന്നും കൂടെ പറയും. അതാണ് ദൈവത്തിന്റെ വചനം. ചോദ്യം മാത്രം അങ്ങോട്ട് ഇട്ടിട്ട് നീ ഇപ്പൊ മുടിയും നശിക്കുന്നല്ല കർത്താവ് പറയുന്നത്. നിനക്കൊരു മടങ്ങി വരവുണ്ട്, നീ മടങ്ങി വന്നിട്ട് നിനക്കൊരു നല്ല കാലം വരുമെന്നും കൂടെ പറയുന്നതാണ് തിരുവചനം. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത അതാ. നഷ്ടഭേദം തോട്ടത്തിൽ നഷ്ടപ്പെട്ടതിന് വെളിപ്പാട് പുസ്തകത്തിൽ മടക്കി തരുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ പുസ്തകത്തിന്റെ അമരാണ് ഇതിവൃത്തമെങ്കിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു കർത്താവ്. അപ്പൊ ഈ പ്രവാചകന് അതുവരെ ഉപയോഗിച്ചത് ഇതിനു വേണ്ടിയിട്ടാ. അവരോട് ഇവരോട് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും പറഞ്ഞേ പറ്റും. പ്രവാചകൻ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല വിഷയമല്ല. ഈ ഞാൻ പറയുന്ന പലതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ല, പക്ഷെ പ്രശ്നം എനിക്കില്ല. കർത്താവ് പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലേ പറ്റൂ. അതാണ് പ്രവാചകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പറയുന്ന കാര്യം അതുപോലെ അങ്ങ് പറഞ്ഞു, അതുകൊണ്ട് കുഴിയിൽ വീഴും, നോ പ്രോബ്ലം. നീ ഒരു യഥാർത്ഥ പ്രവാചകനാണോ, നീ യഥാർത്ഥ ഒരു അഭിഷേകത്തിനാണ്, നിനക്ക് കുഴി ഉറപ്പാ, അത് ചെളി ഉറപ്പാ. നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും, കാവൽപുരം മുറ്റത്ത് അടയ്ക്കപ്പെടും, നോ പ്രോബ്ലം. ഇതൊക്കെ അതിനകത്തുള്ള വഴിക്കകത്തുള്ളതാ, ആ ഓൺ ദ വേയിലുള്ളതാ. ജോസഫേ, നീ ഒരു ദർശനം കണ്ടവനാണെങ്കിൽ ആ ദർശനത്തിനകത്ത് പൊട്ടക്കുഴി ഉണ്ട്. ഞാൻ 100% വിശ്വസിക്കുന്നു. ഈ വചനം അത് പറയുന്നു, എന്റെ അനുഭവം അത് പറയുന്നു. എന്നെ നന്നായി അറിയുന്നവർക്ക് ഇതിനകത്ത് ഇരിപ്പുണ്ട്. പൊട്ടക്കുഴി ഇല്ലാത്തൊരു ജീവിതമില്ല, വിൽക്കപ്പെടാത്തൊരു അനുഭവമില്ല. സ്വന്തം സഹോദരൻ നിന്നെ വിൽക്കും, നിന്റെ കൂടെ നിന്നവർ നിന്നെ വിൽക്കും, നീ ഏറ്റവും അധികം സ്നേഹിതവർ നിന്നെ വിൽക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും നിന്നെ താങ്ങുന്നൊരു കർത്താവുണ്ട്, അവിടെയും നിന്റെ വില വർദ്ധിക്കുക. അതാ ഏറ്റവും വലിയ പ്രത്യേകത. വിൽക്കുന്നതിന് വില വർദ്ധിക്കുക. പൊട്ടക്കുഴിയിൽ ഇട്ടു, വില അവിടെ ഉണ്ടായിരുന്നു. വില മിദ്യാനി കച്ചവടം വിറ്റു, അവിടെയും വില ഉണ്ടായിരുന്നു. അടിമക്കാർക്ക് വിട്ടു, അവിടെയും വില ഉണ്ടായിരുന്നു. വില കുറയത്തില്ല, വില കൂടത്തേയുള്ളൂ. പരിശുദ്ധാത്മാവിന് നന്ദി. നിന്റെ കഷ്ടത കൂടുന്നതിനനുസരിച്ച് നിന്റെ വില കുറയുകയല്ല, നിന്റെ വില വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാ. ഓ റവന ഘടക മനത അലതൻ വൈദ രഗര രമന റഷൽ പ്രൗഢ ഒരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല.
Oh, Ribana Shamdal Kamana, Raidabaraba, Ragatana, Ribanabaraba, oh, Ribar Dame Paumashiri, Adinaboya, Adinabogata, or Nitya Pauli Menikivand, and the Deva Orikitanda, Adodi Kuda, Yarinikunda, Sorgia Madria, Kam Shikuana, one Shikuana, E. Jadam Beleginamana, E. Jadam Orodimisham, Beleginapatum, Chase Botangle, Akshay Chinan Sambavikata, Nasha Sambavikata, or Akshay Maya, or a ton of American command, Sorgat. സ്ഥിരമായിരിക്കുന്ന ഓർത്ത് എന്റെ കഷ്ടം നിങ്ങൾ സന്തോഷിക്കണം. വിശ്വാസത്തിന്റെ പരിശോധനയെങ്കിൽ ഒരപൂർവകാരം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. കാരണം വിലയുള്ളതിനെ മാത്രമേ തീയിലിടാൻ പറ്റുള്ളൂ. അവൻ പുല്ല്, മരം, വൈക്കോൽ മുതലായി തീയിലിട്ടാൽ പോയി. പക്ഷേ പൊന്ന് തീക്കകത്തിടും, മുത്ത് തീക്കകത്തിടും, വിലയേറിയ രത്നങ്ങളെ തീക്കകത്തിടും. അഗ്നിശോധന ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ വില കുറയുകയല്ല, നീ കരിഞ്ഞു പോകുകയല്ല, നീ ചാമ്പലാകുകയല്ല. ഹോരേബിലിറങ്ങിയ തീ അമൻ മുൾപ്പടർപ്പ് വേദ കത്തും, പക്ഷെ ചാരമാകത്തില്ല. ചില നാളെ നീ നിന്ന് കത്തുക അല്ലേ? ചിലരോടൊക്കെ വിളിച്ചു ചോദിച്ചാൽ ചില വർഷങ്ങളായിട്ട് നിന്ന് കത്തുക. 23 കത്തി, 24 കത്തുവായിരുന്നു, 25 കത്തുവായിരുന്നു, 26 കത്തലിന് കുറവൊന്നുമില്ല, കത്തിക്കൊണ്ടേ ഇരിക്കുക. എത്ര പേരുടെ എന്നെ കൂടെ യോജിക്കാൻ? കത്തിക്കൊണ്ടേ ഇരിക്കുക. പക്ഷേ 26 ഫെബ്രുവരി മാസം 24 തീയതി ചാരമായിട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാരും. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ചാരമായിട്ടില്ല, ചാരമായിട്ടില്ലെന്നേ, ചാരമായിട്ടില്ല. ഷൂഡാരാമ റെഖദര, ചാരമാക്കുന്നതല്ല സ്വർഗം, ചാരമാക്കുന്നതല്ല സ്വർഗം. ആ തീക്കകത്തുനിന്ന് നിനക്കൊരു വിളി വരുന്നുണ്ട്. ഓ, ദൂത് പിന്നെ മാറിപ്പോകുന്നു. സിസ്റ്ററെ പറയാൻ പറഞ്ഞ ദൂത് ഞാൻ വന്ന് പറഞ്ഞോളാം, പക്ഷെ ദൈവം നീ ഞാൻ ഓടിപ്പോകുക, എനിക്കറിയത്തില്ല ഇവിടെ നിർത്തണമെന്ന് ഒന്നും എനിക്കറിയത്തില്ല. 9 മണിയായി കഴിഞ്ഞു. ഹല്ലേലൂയ. യെസ്, ചുടമനെ ഞാൻ ദൈവാത്മ മറക്കത്തില്ല, ഓർപ്പിക്കാതെ പിന്നീട്. പക്ഷെ ചിലരോട് പറയുന്നു കത്തുന്നു, പക്ഷേ ചാരമാകത്തില്ല. മാത്രമല്ല ഒരു വിളി വരുന്നുണ്ട്. എന്തിനാ 2 പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? എവിടെയൊക്കെ 2 പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? നീ വേദനയുടെ എത്രത്തോളം ആഴത്തിൽ പോകുന്നു, അത്രത്തോളം ആഴത്തിൽ പോകുന്നതിനെ 2 പ്രാവശ്യം വിളിക്കുന്നത്. മോശേ എന്ന് വിളിക്കാൻ നീണ്ട 80 വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ 40 വർഷം എവിടെ അഡ്രസ് അറിയത്തില്ല, എവിടെ വാഗ്ദത്തം അറിയത്തില്ല, നിന്റെ മേലുള്ള നിയോഗം എവിടെ അറിയത്തില്ല, നീ ഇപ്പൊ എവിടെ അറിയത്തില്ല. കാരണം ഗൂഗിളുകാർക്ക് പോലും സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഗൂഗിൾ മാപ്പിൽ പോലും സെർച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ പോലെ ഗൂഗിളുകാർക്ക് പോലും സെർച്ച് ചെയ്യാൻ കഴിയാതെ ഏതോ ഒരു കോലയിൽ കിടക്കുക, ഏതോ ഒരു മൂലയിൽ കിടക്കുക. ഇപ്പോൾ ചോദിച്ചാൽ ആടുകളാണ് ആൻസർ പറയേണ്ടത്. ആടുകൾ എങ്ങനെ വഴി പറയും? ആടുകളോട് വന്ന് ചോദിക്കുക, ആടെ നിന്റെ യജമാന ഇടയനായ മോശെ നിന്നെ ചോദിച്ചാൽ അവരെന്താ പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. നിനക്ക് ആൻസർ പറയാനില്ലെങ്കിലും, നിന്റെ ലൊക്കേഷൻ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും, നിന്നെ തേടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ട്. നിന്റെ ലൊക്കേഷൻ നീ ആർക്കും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും, നിന്റെ അഡ്രസ് നീ ആർക്കും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും, നിന്റെ ഫോൺ നമ്പർ നീ ആർക്കും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും, നിന്നെ തേടി നീ ആയിരിക്കുന്നിടത്ത് നിനക്ക് ലൊക്കേഷൻ ഇട്ട് നിന്നെ തിരഞ്ഞെടുക്കുന്ന, ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ നിയോഗത്തിലേക്ക് കരം പിടിച്ച് നടത്തുന്നതിനെ ഗുഡയവൻ ഈ രാത്രികാലം ജീവിക്കുന്നു. അതുകൊണ്ട് തീക്ക് കുറവില്ല, പക്ഷെ കരിയത്തില്ല. ചാമ്പലാകത്തിൽ ഇത് ചാമ്പലാകുള്ള ജീവിതമല്ല, ഇത് ചാമ്പലാകുള്ള ജീവിതമല്ല. ഇതൊരിക്കൽ ഹല്ലേലൂയ മുത്തുമയമായി വിളങ്ങുന്ന ആ പുത്തനാം യെരൂശലേമിൽ ചെല്ലുമ്പോൾ അവിടെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ട അനേകം കിരീടങ്ങളെ, അനേകം മുത്തുകളെ ആ കിരീടത്തിന്മേൽ വെച്ച് ഓ ഹല്ലേലൂയ വിളങ്ങേണ്ടുന്ന മുത്തുകളാണ് ഇരിക്കുന്നവർ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ ചാരമാകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ചില വിളികൾ വരുന്നുണ്ട്, ചില വിളികൾ ചിലരെ തേടി വരുന്നുണ്ട്. ചില വിളികൾ മറ്റാരുടെ വിളിയല്ല, ദൈവത്തിന്റെ വിളി. എന്റെ ദൈവം നിന്നെ വിളിച്ചാൽ പിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല. ഈ ലോകം വിളിച്ചാൽ വേണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ മുടക്കാൻ പറ്റും. ശരിയല്ല, അവള് ശരിയല്ല, അവൻ ശരിയല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ, നോ വേണ്ട എന്ന് പറയും ലോകം. പക്ഷെ സ്വർഗം നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ, സ്വർഗം നിന്നെ പുറത്തിറക്കാൻ തീരുമാനിച്ചാൽ, സ്വർഗം നിന്നെ വിളിച്ച് പുറത്തിറക്കാൻ തീരുമാനിച്ചാൽ, ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തടയുവാൻ കഴിയത്തില്ല. അധികാരം ദൈവം കൈമാറുന്നു, ചില അധികാരങ്ങൾ സ്വർഗം കൈമാറുന്നു, അധികാരങ്ങൾ സ്വർഗം കൈമാറുന്നു. നിന്നെ വിളിച്ച വിളിക്കനുസരിച്ച്, നിന്റെ മേലിട്ട നിയോഗത്തിനനുസരിച്ച്, നീ കേട്ട വാദ്യത്തിനനുസരിച്ച്, നിന്റെ ദൈവിക പദ്ധതിക്കനുസരിച്ച് സ്വർഗം രാത്രി ചില അധികാരങ്ങളെ കൈമാറുകയാ.
അധികാര കൈമാറ്റങ്ങൾ, ചില അധികാര കൈമാറ്റങ്ങൾ. മോശേ മോശേ, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകാൻ അവിടെയും ഒരു ക്ലോസ് ഉണ്ട്. കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളയണം. കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളയണം. അത്ര ഈസി അല്ല. ആകെയുള്ള ആസ്വദി ഒരു ചെരിപ്പ. മരുഭൂമിയാ. നമ്മളെ പോലെ ഹല്ലേലൂയ ടൈൽസ് ഇട്ട അല്ലെങ്കിൽ ഹല്ലേലൂയ അതെ മൊസൈക്ക് ഇട്ട് തറയൊന്നുമല്ല. ആകെ ഒരു ആശ്രയ ചപ്പല, ആ ചെരുപ്പ, ആ മുള്ളു കൊള്ളാൻ നിൽക്കാൻ, ആ മരുഭൂമി നിൽക്കാൻ. നിന്റെ ആകെ ആശ്രടങ്ങ് വിടാൻ പറഞ്ഞങ്ങ് വിട്ടേക്കണം. സഹോദരി അല്ലെങ്കിൽ പാസ്റ്ററെ, എനിക്ക് ആകെ ഒരു ആശ്രയം ഇതാ, അങ്ങ് വിട്ടാറേ. സ്വർഗമാ പറഞ്ഞങ്ങ് വിട്. വിടാൻ പറഞ്ഞത് നിന്നെ ചില വിലയേറിയത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ, ചില വിലയേറിയത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ, ചില മഹത്വമേറിയത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ കാലിന് ചെരുപ്പ് അഴിച്ച് കള. നീ വിശുദ്ധ ഭൂമിയാകെ നിൽക്കുന്ന വിശുദ്ധ ഭൂമി വിശുദ്ധ ഭൂമിയാകൽ. നീ നിൽക്കുന്ന സ്ഥലം കാടല്ല, നീ നിൽക്കുന്ന സ്ഥലം മരുഭൂമിയല്ല, നീ നിൽക്കുന്ന സ്ഥലം തീച്ചൂളയല്ല. അത് ദൈവത്തിന്റെ വിശുദ്ധ ഭൂമിയാ. നീ നിൽക്കുന്ന ഭൂമി ദൈവത്തിന്റെ വിശുദ്ധ ഭൂമി. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറേണ്ട, ദൈവത്തിന്റെ പദ്ധതി നിറവേറേണ്ട, ദൈവത്തിന്റെ കൃപ വെളിപ്പെടേണ്ട, ദൈവിക അധികാരം കൈമാറ്റപ്പെടേണ്ട നാളുകളായി നിന്റെ അല്ല. നീ വർഷം പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, നിന്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അപ്പച്ചനായ അബ്രഹാമിനൊരു വാഗ്ദത്തം പറഞ്ഞു, ഈ ജനത്തെ ഞാൻ പുറപ്പെടുവിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ആരെ കൊണ്ട് പുറപ്പെടുവിക്കുന്നു പറഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ല എന്ന് കരുതി മോശയുടെ പേര് ഇല്ലായിരുന്നു എന്നല്ല. അന്നേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ മോശത്തിന്റെ പേരുണ്ടായിരുന്നു. അതിന് പക്ഷേ പേര് പറവോന് പുത്രിയായിരിക്കട്ടെ, നോ പ്രോബ്ലം. പേരാരിട്ടാലും അതിന്റെ പിന്നിൽ പ്രവൃത്തി ദൈവമാണെങ്കിൽ ആരെ കൊണ്ടും ദൈവം പേരിടിപ്പിക്കും. മോശന് പേരിട്ടത് അപ്പനും അമ്മയൊന്നുമല്ല, അമ്രാം മിഖാബൊന്നുമല്ല പേരിട്ടത്. ഫറവോന്റെ പുത്രി അവന് പേരിട്ടത്. നിന്നെ കൊണ്ട് ഫറവോന്റെ പുത്രിയെ കൊണ്ട് ഒരു അൺയൂഷ്വൽ വഴിയിലൂടെ ബ്രോട്ടപ്പായ ഒരു അൺയൂഷ്വൽ വഴിയുടെ വളർന്നു വന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഈ അൺയൂഷ്വൽ വഴിയിലൂടെ ഒരു അസാധാരണ വഴിയുടെ സ്വർഗം കൊണ്ടുവന്ന് നിന്റെ പേര് പോലും നിനക്ക് അങ്ങനെ ഇടിയിപ്പിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അപ്പൊ മോശയെ വിളിച്ച് ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം നടത്തി. ഹല്ലേലൂയ. ഇവിടെ യിരെമ്യാവിന്റെ കാര്യം പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞ ആ ഭാഗം പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. അത് പ്രിയ അതെ ബീന സിസ്റ്റർ ദൈവിക ദൂതായിട്ട് പറയുക. അപ്പൊ അതുവരെ യിരെമ്യാ പ്രവചിച്ചത് മറ്റുള്ളവരോട്. പക്ഷെ ഇപ്പം വന്നൊരു ദൂത് പറയുക. ആരോട്? യിരെമ്യാവിനോട്. എന്താ പറയുന്നത് അറിയാമോ? യിരെമ്യാവേ, നീ നിന്റെ ചിറ്റപ്പനുണ്ടല്ലോ ഹനമേല്, അവന്റെ മക്കൾ ശലൂം ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് വസ്തുവുണ്ട്. ആ വസ്തു അറിയാമോ? വെറുതെ അല്ല, ഔദാര്യത്തിനല്ല. ദൈവമക്കളെ ഔദാര്യം മേടിക്കാൻ വേണ്ടിയിരിക്കുന്ന അങ്ങ് നിർത്തണം. ദൈവമക്കളുടെ ഒരു ചിന്തയെ അങ്ങ് വിടണം. നമ്മുടെ ദൈവം തരേണ്ടത് നമുക്ക് തരും. ആരെങ്കിലും ഔദാര്യത്തിനല്ല ഇരിക്കേണ്ടത്. സ്വർഗത്തിലെ അപ്പനെ ആദ്യം പറഞ്ഞ ഒരു കുറവുമില്ല. ആ ഭണ്ഡാര ഗ്രഹത്തിൽ ഒന്നിനും കുറവില്ല. അവനോട് പറഞ്ഞു, നീ കാശ് കൊടുത്ത് മേടിക്കണം എന്ന് പറഞ്ഞു. അത് ആധാരം എഴുതി തൂക്കിക്കൊടുത്ത് മുദ്ര വെച്ച് എഴുതി മേടിക്കണമെന്ന് പറഞ്ഞു. പ്രവാചകനല്ലേ, പറയാ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അനുസരിച്ചേ പറ്റൂ. പക്ഷെ പ്രവാചകൻ ചോദിക്കുന്നു, അപ്പാ ഈ സ്ഥലം ഇതിപ്പം പ്രവാസത്തിലേക്ക് പോവല്ലേ? അപ്പൻ തന്നെയല്ലേ എന്നോട് പറയുന്നത് ഇപ്പം ഈ പ്രവാചകനെ പ്രവചിക്കും, ഇത് പ്രവാസത്തിലേക്ക് പോകും, ഇത് നഷ്ടപ്പെടും, ഇത് ബാബിലോൺ വന്ന് കീഴടക്കും, ഇവിടെ ശൂന്യമായി പോകും, ഇത് 70 വർഷം ഇങ്ങനെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നത് ഇവിടെ തന്നെ വീട് മേടിക്കാൻ, ഇവിടെ തന്നെ വസ്തു മേടിക്കാൻ, നീ നിന്റെ പേര് മേടിക്കണമെന്ന്, അതിന് ആധാരം എഴുതണമെന്ന്, നീ കാശ് കൊടുക്കണമെന്ന്, നീ അവിടെ മേടിക്കണമെന്ന് പറയുമ്പോൾ പകൽക്കാലം ദൈവാത്മാവ് പറയുന്ന അൺയൂഷ്വലായ ചില കാര്യങ്ങൾ നിന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്തത്, നിന്റെ പ്ലാനുകൾക്ക് അകത്തില്ലാത്തത്, ചില കാര്യങ്ങൾ സ്വർഗീയ നാളുകളിൽ നിന്നോട് ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരേ ഒരു ചോദ്യം ഇന്ന് പകൽക്കാലം ആത്മാവ് ഉറപ്പിനായി പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ബുദ്ധിക്ക് നിരക്കാത്ത സ്വർഗം നിന്നോട് പറയുമ്പോൾ ഇന്ന് ഇവിടെ അതുപോലെ അനുസരിപ്പാൻ തയ്യാറാകുന്നു എങ്കിൽ, ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകുന്നു എങ്കിൽ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വൻ കാര്യങ്ങളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് ദൈവത്തിന്റെ വൻ പ്രവൃത്തിയെ അവൻ മടങ്ങി വന്ന ആ മകന് വേണ്ടിയിട്ട് അപ്പൻ കരുതി വെച്ചതിന് മേത്തരമായ അങ്കികൾ, ജോസഫിന് മേൽ വീണ ആ കൊട്ടാരത്തിലെ അങ്കി പോലെ അമേരിക്കൻ അധികാരത്തിന്റെ പദങ്ങൾ, അധികാര കസേരയിൽ ദൈവം ദാവീദിനെ പിടിച്ചിരുത്തിയതുപോലെ ഒരു മേത്രമായ വിഭവം 25-ാം അധ്യായത്തിൽ
അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു മൃഷ്ടാന ഭോജനം ഒരുക്കും, മട്ടൂറിയ വീഞ്ഞുകൊണ്ടും അമരഹലിലെ മേധസ്സുള്ള ഭക്ഷണം കൊണ്ടും. ചില പ്രതികൂലങ്ങളെ മാറ്റി, ചില കലങ്ങലുകളെ മാറ്റി, ചില പ്രതികൂലങ്ങളെ മാറ്റി, ചില മട്ടൂറിയ അനുഭവം, ചില സ്വസ്ഥതയുടെ അനുഭവം, ചില ശബത്തിന്റെ അനുഭവം, എന്റെ ജനത്തിന് ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രികാലം ആ ഒരു വലിയ അനുഭവത്തിനുണ്ട് കാത്തിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.